നമസ്കാരം കൂട്ടുകാരെ, പ്രിലിം സ്പെഷ്യൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്, സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവുകൾ, മനുഷ്യ ശരീരത്തെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരറ്റത്ത് നിന്ന് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സീരീസ് ഓഫ് ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾ എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് കാണണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ക്ലാസ്സസൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, നമുക്ക് സിലബസ് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് മനുഷ്യ ശരീരത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോശമാണ്. കോശത്തെ പറ്റി എന്താണ് SCERTയിൽ പറയുന്നത് നമുക്ക് നോക്കാം. കോശത്തെ പറ്റി പറയുന്നത് ജീവശരീരത്തിലെ ചെറു ഘടകങ്ങളാണ് കോശങ്ങൾ എന്നാണ്. ജീവശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നിട്ടാണ്. ഈ ചെറു ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കോശങ്ങൾ. ഓക്കെ ആണല്ലോ, സെൽസ്. ഇനി കോശങ്ങൾ ചില ജീവികളിൽ ഒരു കോശം ഉണ്ടാവുള്ളൂ, ചില ജീവികളിൽ ഒന്നിൽ കൂടുതൽ കോശങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കോശം മാത്രമുള്ള ജീവികളെ വിളിക്കുന്ന പേരാണ് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾ അവർക്ക് എക്സാമ്പിളാണ് അമീബ, പാരമീസിയം. ഒക്കെ ഏകകോശ ജീവികളാണ്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ഒക്കെ ഏകകോശ ജീവികളാണ്. ഇനി ഒന്നിൽ കൂടുതൽ കോശങ്ങളുണ്ട്, നമ്മൾ മനുഷ്യർക്കൊക്കെ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ സസ്യങ്ങളും ജന്തുക്കളും എല്ലാം ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളാണ്. നമ്മളൊക്കെ ബഹുകോശ ജീവികളാണ്. സിമ്പിൾ, നമുക്കറിയാലോ ഇതൊക്കെ. ഇനി നമ്മളൊരു കോശത്തിൻ്റെ ഘടന ഇവിടെ വെറുതെ കാണിച്ചിട്ടുണ്ട്. കോശത്തിൻ്റെ ഘടന അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇതിങ്ങനെ ഒരു കോശത്തിന് ഔട്ടറായിട്ട് ഇങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട്. ഈ ഔട്ടർ സെല്ലിനെ വിളിക്കുന്ന പേരാണ്, ഈ കോശത്തിൻ്റെ ഈ ഒരു ആവരണത്തിന് വിളിക്കുന്ന പേരാണ് കോശസ്തരം. അപ്പോൾ കോശത്തിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ കണ്ടത്, കോശസ്തരം. ഇനി കോശത്തിൻ്റെ അകത്ത് സെൻട്രൽ കാണുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്, കോശത്തിൻ്റെ കേന്ദ്ര ഭാഗമാണ് മർമ്മം. ഇനി മൂന്നാമതായിട്ട് ഈ കോശസ്തരത്തിൻ്റെ അകത്ത് ഈ കാണുന്ന ഭാഗമുണ്ട്, അവിടുത്തെ ഒരു കോശദ്രവ്യം, ഒരു ദ്രവ പദാർത്ഥമാണ്. കോശസ്തരത്തിൻ്റെ അകത്ത് കാണുന്ന ദ്രവ പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം. അപ്പം ഒരു കോശത്തിൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ്? കോശത്തിൻ്റെ ആവരണത്തിന് പറയുന്ന പേരെന്താ? കോശസ്തരം. കോശത്തിന് പൊതിഞ്ഞു നിൽക്കുന്ന ആവരണം. അതിൻ്റെ അകത്ത് കാണുന്ന പ്രധാനപ്പെട്ട ആ സെൻട്രൽ ഭാഗമാണ് എന്ത്? കോശമർമ്മം എന്ന് പറയുന്നത്. കേന്ദ്ര ഭാഗമാണ് കോശമർമ്മം. ഇനി ഈ കോശസ്തരത്തിൻ്റെ അകത്തായിട്ട് ഒരു ദ്രവ പദാർത്ഥം കാണുന്നുണ്ട്. ആ ദ്രവ പദാർത്ഥത്തിനെ വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം. ഓക്കെ, ഇനി നമ്മൾ സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. നമുക്ക് എക്സാമിനേഷനൊക്കെ പലപ്പോഴും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് സസ്യകോശവും ജന്തുകോശവും ഒന്ന് താരതമ്യപ്പെടുത്തി പഠിച്ചു നോക്കാം. ജന്തുകോശവും സസ്യകോശവും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ, ജന്തുകോശമാണ് നമ്മൾ മുന്നേ ഇവിടെ വരച്ച ഫിഗർ കേട്ടോ. ഇത് സസ്യകോശം. ഇപ്പോൾ ഫിഗർ നിങ്ങൾ കാര്യമാക്കണ്ട, ഞാൻ അത്ര നന്നായി പടം വരയ്ക്കില്ല. അപ്പം നമുക്ക് കാര്യം അറിഞ്ഞാൽ മതിയല്ലോ, നമുക്ക് പടം വരയ്ക്കല്ലോ അത്യാവശ്യം. അപ്പം നമുക്ക് കമ്പയർ ചെയ്തു നോക്കാം. ജന്തുകോശത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് കണ്ടത്. ഏതൊക്കെയാണ്? മർമ്മം, കോശദ്രവ്യം, കോശസ്തരം. ഇത് 3 സസ്യകോശത്തിലുണ്ടോ എന്ന് നോക്കിയേ. മർമ്മം, ഇവിടെ സെൻറ്ററിൽ മർമ്മമുണ്ട്, സസ്യകോശത്തിൽ മർമ്മമുണ്ട് അല്ലേ. അപ്പം മർമ്മം കോമൺ ആയിട്ട് രണ്ടിലും ഉണ്ട്. മർമ്മം കോമൺ ആയിട്ട് ജന്തുകോശത്തിലുണ്ട്, സസ്യകോശത്തിലുണ്ട്. അടുത്തത് കോശസ്തരമാണ്. കോശസ്തരം നമ്മൾ ജന്തുകോശത്തിൽ കണ്ടു, സസ്യകോശത്തിലുണ്ടോ എന്ന് നോക്കൂ. ഇത് ജന്തുകോശത്തിൽ, ഇവിടെ സസ്യകോശത്തിലും കോശസ്തരവും ഉണ്ട്. അപ്പോൾ കോശസ്തരവും രണ്ടിലും ഉണ്ട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശദ്രവ്യമാണ്. കോശദ്രവ്യം, ഈ കോശദ്രവ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ദ്രവ പദാർത്ഥങ്ങളാണ് കോശസ്തരത്തിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു. അത് ഇവിടെ നമ്മുടെ ജന്തുകോശത്തിലും ഉണ്ട്, അതുപോലെ തന്നെ സസ്യകോശത്തിലും ഉണ്ട്. രണ്ടിടത്തും എന്തുണ്ട്? കോശദ്രവ്യവും ഉണ്ട്. ഇനി ഈ ഫിഗറിൽ എക്സ്ട്രാ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഫേനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഫേനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജന്തുകോശത്തിൽ റൗണ്ടിലൊരു ഭാഗം കണ്ടു, ഫേനം. അത് സസ്യകോശത്തിലും ഫേനമുണ്ട്. സസ്യകോശത്തിൽ ഈ കാണുന്നതാണ് ഈ പോർഷനാണ് ഫേനം എന്ന് പറയുക. അപ്പോൾ ഫേനവും രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പം സസ്യകോശത്തിലും ജന്തുകോശത്തിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക മർമ്മം, കോശസ്തരം, കോശദ്രവ്യം, ഫേനം. ഈ 4ഉം കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഇവിടെ ഒരു ഭാഗം കണ്ടു, കോശഭിത്തി. ഈ കോശഭിത്തി സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ. കോശഭിത്തി സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ കണ്ടോ, കുറച്ച് ഇതിന് പറയുന്ന പേര് ഹരിതകം എന്നാണ്. ഈ ഹരിതകവും സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 കാര്യങ്ങളാണ്, അതായത് ഹരിതകവും അതുപോലെ തന്നെ കോശഭിത്തിയും സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവ തമ്മിലുള്ള താരതമ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജന്തുകോശവും സസ്യകോശവും താരതമ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? കോശസ്തരം, കോശദ്രവ്യം, മർമ്മം, ഫേനം. ഇത് 4ഉം രണ്ടിനും ഉണ്ട്. ഹരിതകവും കോശഭിത്തിയും ആർക്ക് മാത്രമേ ഉള്ളൂ? സസ്യകോശങ്ങൾക്ക് മാത്രമേ ഉള്ളൂ.
നമ്മൾ ആലോചിക്കുക, ഒരു ഭിത്തിയുടെ അകത്ത് നമ്മൾ ഒരു ഭിത്തിയൊക്കെ കെട്ടി നമുക്കല്ലെങ്കിൽ 4 സൈഡും ഇങ്ങനെ കെട്ടി നമുക്കൊരു പ്ലാന്റിനെ അവിടെ നടാൻ പറ്റും. പക്ഷെ നമ്മളൊരു 4 സൈഡിൽ 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ജന്തുക്കൾ എത്രമാത്രം നിൽക്കും? നമുക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് മൂവ് ചെയ്യണം അല്ലേ? നമ്മൾ മൂവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പ്ലാന്റ്സ് എന്നും ആ ഭിത്തിക്കകത്ത് നിൽക്കാൻ പറ്റുന്നവരാണ്. അപ്പം അങ്ങനെ വിചാരിക്കുക, ഭിത്തി ഉള്ളത് ആർക്കാ? പ്ലാന്റ്സിനാണ്. കോശഭിത്തിയും ഹരിതകവും നമുക്കറിയാം, പ്ലാന്റ്സിന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം, അവർക്ക് ഹരിതകം വേണം. അപ്പോൾ ഹരിതകവും കോശഭിത്തിയും പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ. കോശസ്തരവും കോശദ്രവ്യവും മർമ്മവും ഫേനവും ആർക്കുണ്ട്? സസ്യങ്ങൾക്കും ഉണ്ട്, ജന്തുക്കൾക്കും ഉണ്ട്. അപ്പം കോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ജീവശരീരത്തിലെ ചെറു ഘടകങ്ങളെ കോശം എന്ന് വിളിക്കുന്നു. കോശത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്: കോശദ്രവ്യം, കോശസ്തരം, മർമ്മം. മർമ്മം അതിൻ്റെ പ്രധാന ഭാഗം, കേന്ദ്രഭാഗമാണ്. കോശസ്തരം അതിൻ്റെ ആവരണമാണ്. കോശദ്രവ്യം കോശസ്തരത്തിനകത്തുള്ള ദ്രവ്യ പദാർത്ഥങ്ങളാണ്. ഇനി സസ്യകോശവും ജന്തുകോശവും നമ്മൾ താരതമ്യപ്പെടുത്തി. സസ്യകോശത്തിലാണ് ഹരിതകവും കോശഭിത്തിയും ഉള്ളത്. കോശസ്തരവും മർമ്മവും കോശദ്രവ്യവും ഫേനവും രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഒരു കോശമുള്ള ജീവികളെ ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ഒക്കെ. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കോശമുള്ള ജീവികളെ ബഹുകോശ ജീവികൾ എന്ന് വിളിക്കുന്നു. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ SCERT ബേസ്ഡ് ക്ലാസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ഇതിൻ്റെ ബേസാണ്, നമ്മൾ 6ാം ക്ലാസ്സിലെ ടോപ്പിക്കാണ് കണ്ടത്. ഇനി നമുക്ക് 8ാം ക്ലാസ്സിലോട്ട് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ SCERT പറയുന്നത്. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നൊരു ചാപ്റ്ററിലാണ് ഇനി നമുക്ക് കോശത്തെ പറ്റി പറയുന്നത്. അപ്പം ഇനി ഇതിലെന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ സെഷനായിട്ട് നിങ്ങൾക്ക് വായിച്ചു തരാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഒത്തിരി ലെങ്തി ആയിപ്പോവും. ഇനി നമ്മൾ പറയുന്നത്, നമുക്ക് കോശമൊക്കെ കാണണമെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് നോക്കണേ? മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നോക്കുന്നത് അല്ലേ? ഏറ്റവും ചെറിയ വസ്തുക്കളെ നമുക്ക് വലുതാക്കി കാണിക്കാൻ മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നതിൽ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗമല്ലാത്തത് ഏതെന്ന ഒരു ചോദ്യം വന്നാൽ അത് SCERT ക്വസ്റ്റ്യൻ ആണ്. SCERTൽ പറയുന്നുണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളായിട്ട് പറയുന്നത് ഐ പീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ. എന്തൊക്കെയാണ് പറയണത്? ഐ പീസ്, നോബുകളുണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ. മിറർ നമുക്കറിയാം, മൈക്രോസ്കോപ്പിന് മിററുണ്ട്. ഐ പീസിൻ്റെ ഒരു ഭാഗമുണ്ട്, നോബുകളുണ്ട് മൈക്രോസ്കോപ്പിന്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സ്റ്റേജും ക്ലിപ്പും ഉണ്ട്, കണ്ടൻസറും ഉണ്ട്. ഒന്നിൽ കൂടുതൽ ലെൻസ് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൈക്രോസ്കോപ്പിനെ വിളിക്കുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? കോമ്പൗണ്ട്. അവിടെ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉപയോഗിക്കുന്നതിനാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുക. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണത്തിൻ്റെ പേരാണ് സമതല ദർപ്പണം. സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ സമതല ദർപ്പണമാണെന്ന് ഓർക്കണം. അതേപോലെ മൈക്രോസ്കോപ്പിൽ കൃത്രിമ പ്രകാശമാണ് പ്രതിപതിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. കൃത്രിമമാണെങ്കിൽ, കൃത്രിമ പ്രകാശമാണെങ്കിൽ കോൺകേവ് ദർപ്പണം. കോൺകേവ് കൃത്രിമം അങ്ങനെ ഓർക്കുക. സൂര്യപ്രകാശമാണ് പതിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. ഇനി മൈക്രോസ്കോപ്പിൽ പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന ഭാഗം. മൈക്രോസ്കോപ്പിൽ പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന ഭാഗം. നമ്മളൊരു വസ്തുവിനെ നിരീക്ഷിക്കാൻ വേണ്ടി മൈക്രോസ്കോപ്പിൽ വെച്ചു, അങ്ങോട്ടേക്ക് പ്രകാശം എത്തണം, പ്രകാശം അങ്ങോട്ട് കേന്ദ്രീകരിക്കണം അല്ലേ? അങ്ങനെ കേന്ദ്രീകരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് കണ്ടൻസറിലെ ലെൻസ്. നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന, പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലോട്ട് കേന്ദ്രീകരിക്കുന്ന ഭാഗം ലെൻസ് ഉപയോഗിച്ചിട്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന കണ്ടൻസറിൻ്റെ ഭാഗം. മറ്റൊരു ഭാഗമാണ് മൈക്രോസ്കോപ്പിലുള്ളതാണ് ഡയഫ്രം. ഈ ഡയഫ്രം എന്തിനാ? പ്രകാശത്തിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റിനെ ക്രമീകരിക്കാനാണ് ഡയഫ്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമതല ദർപ്പണമുണ്ട്, കൃത്രിമ പ്രകാശം പ്രതിപതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺകേവ് ദർപ്പണമുണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ലെൻസ് ആണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയും. പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡയഫ്രം ഉള്ളത്. അതുപോലെ പ്രകാശം നിരീക്ഷണ വസ്തുവിലോട്ട് കേന്ദ്രീകരിക്കുന്നത് ലെൻസിലാണ്, ലെൻസ് വെച്ചിട്ടാണ്. കണ്ടൻസറിലെ ലെൻസാണ് ആ ഒരു ഭാഗം. മൈക്രോസ്കോപ്പിൽ നിരീക്ഷണ വസ്തു വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ലൈഡ് ഉണ്ടല്ലോ, ആ സ്ലൈഡിലാണ് ഇത് വെക്കുന്നതല്ലോ. ആ സ്ലൈഡ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചാൽ ഗ്ലാസ് കൊണ്ടായിരിക്കണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എത്രയായിരിക്കും? മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ആവർത്തന ശേഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവിലും IPS ലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. ഒബ്ജക്റ്റീവിലും മൈക്രോസ്കോപ്പിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒബ്ജക്റ്റീവിലും അതുപോലെ തന്നെ അതിൻ്റെ IPS ലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും
ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും അതിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് ആര്? മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തിൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട പേരാണ് ആരുടെ? റോബർട്ട് ഹുക്കിൻ്റെ. റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ടൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കോശത്തിനെ നിരീക്ഷിക്കുന്നത്. കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ സെല്ലെന്ന് വിശേഷിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഈ റോബർട്ട് ഹുക്ക് തന്നെയാണ് അദ്ദേഹം നോക്കിയപ്പോൾ കണ്ട ചെറിയ ചെറിയ അറകളെയൊക്കെ സെല്ലെന്ന് വിശേഷിപ്പിച്ചത്. കോശത്തെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോശവിജ്ഞാനീയം. കോശത്തെ പറ്റിയുള്ള പഠനമാണ് കോശവിജ്ഞാനീയം. കോശത്തിനെക്കുറിച്ചുള്ള പഠനത്തിന് അടിത്തറ പാകിയ കണ്ടുപിടുത്തം, ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എം.ജെ. സ്ലീഡൻ, തിയോഡർ ഷാൻ, ഇവർ രണ്ടുപേരുടെ പേര് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇവർ രണ്ടുപേരുമാണ്, എം.ജെ. സ്ലീഡനും തിയോഡർ ഷാനുമാണ്. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച 2 ആശയങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ആവിഷ്കരിച്ച കോശ സിദ്ധാന്തത്തിൽ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കോശം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത് ഇവരുടെ സിദ്ധാന്തം പറയുന്നത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് കോശങ്ങളാണ്. അപ്പോൾ കോശങ്ങളെപ്പറ്റി നമുക്ക് ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം.ജെ. സ്ലീഡനും തിയോഡർ ഷാനും ആണ്. കോശ സിദ്ധാന്തം പറയുന്നത് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്നാണ്. റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശത്തിനെ ഒബ്സർവ് ചെയ്യുന്നതും കോശത്തിനെ സെല്ലെന്ന് വിളിച്ചതും. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അടുത്ത ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കാണുക കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാം. അപ്പം SCERT ബേസ്ഡ് ക്ലാസ് ആയിരിക്കും നമ്മൾ സയൻസിൽ ഇടാൻ പോകുന്നത്. എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് കാണുക. അടുത്ത ക്ലാസ് വീണ്ടും കാണുന്നവരേക്കും ബൈ. നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് വിഭാഗത്തിൽ നമ്മുടെ ബയോളജിയിലെ മനുഷ്യ ശരീരത്തെ പറ്റിയിട്ടാണ്. മനുഷ്യ ശരീരത്തിലെ കോശം എന്ന ഭാഗത്തെ ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കോശത്തിനെ പറ്റിയിട്ട് ഉള്ള ആദ്യത്തെ ആ ഒരു പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. ഇത് SCERT ബേസ്ഡ് ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അതുവരെയാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. റോബർട്ട് ഹുക്ക്, തിയോഡർ ഷാൻ, എം.ജെ. സ്ലീഡൻ ഇവരെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കാണുക. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോശത്തിൻ്റെ ധർമ്മത്തെ പറ്റി പറഞ്ഞിട്ടാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡാണ് ഈ ക്ലാസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിൻറ്റും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോയിൻറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസോട് എടുത്ത് നിങ്ങൾ പഠിക്കണം. ബിക്കോസ് ഇപ്പോൾ പ്രസ്താവന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ 4 പ്രസ്താവന തന്നിട്ട് കോശത്തിൻ്റെ ധർമ്മം അല്ലാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് കോശത്തിൻ്റെ 3 ധർമ്മങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തത് അന്യവസ്തുക്കളെ ഇത് പ്രതിരോധിക്കുന്നു. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. രണ്ടാമത്തത് പോഷണത്തിൽ നിന്നും ഊർജ്ജത്തെ സ്വതന്ത്രമാക്കുന്നു. പോഷണത്തിൽ നിന്നും ഊർജ്ജത്തെ സ്വതന്ത്രമാക്കുന്നു. മൂന്നാമത്തത് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഒന്നൊരു റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധമാണ് അല്ലേ. 2 എനർജീനെ സ്വതന്ത്രമാക്കുകയാണ്. മൂന്നാമത്തതായിട്ട് ഇതൊരു കൺസ്ട്രക്ഷൻ, ഇത് പ്രൊഡക്ഷനാണ്, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോശധർമ്മങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കോശത്തിൻ്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ ഒന്ന് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. രണ്ടാമത്തത് പോഷണത്തിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു. മൂന്നാമത്തതോ എന്താണ് നിർമ്മിക്കുന്നത്? ജൈവ തന്മാത്രകളെ നിർമ്മിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി ഇതിലെടുത്ത് പറഞ്ഞിട്ടുള്ള ഓരോരോ പോയിൻറ്റ്സും ഇതെല്ലാം എക്സാമിനേഷനിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ജീവദ്രവ്യം, കോശദ്രവ്യം, കോശാംഗങ്ങൾ, മൈറ്റോകോൺട്രിയ, ഈ ഓരോന്നും അതിൻ്റെ ധർമ്മം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. എന്താണ് ഈ ജീവദ്രവ്യം എന്നറിയോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോശം, കോശസ്തരം, കോശദ്രവ്യം, മർമ്മം ഇതിനെ 3നെയും പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിക്ചർ വെച്ച് തന്നെയാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോശസ്തരം എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ. അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്യണം. നിങ്ങൾ പഠിച്ചത് ക്ലിയർ ആയിട്ടില്ലെന്നാണ് അർത്ഥം. അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ, അറിയില്ലെങ്കിൽ. ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ടാണ് ജീവദ്രവ്യം എന്ന് പറയുക. ഒരു കോശത്തിനുള്ളിൽ മർമ്മമുണ്ട്, അതിനൊരു കോശസ്തരമുണ്ട് അല്ലേ. ഈ
ഈ കോശസ്തരത്തിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളെയും, കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം. അപ്പോൾ എന്താ കോശദ്രവ്യം എന്താണ്? അപ്പോൾ ജീവദ്രവ്യവും കോശദ്രവ്യവും തമ്മിൽ എന്താ വ്യത്യാസം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശസ്തരത്തിനുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താൽ പറയുന്നത്. കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ അതിൽ മർമ്മം ഉണ്ടാവില്ല, മർമ്മം ഒഴികെയുള്ള കോശസ്തരത്തിലുള്ള പദാർത്ഥങ്ങളെയാണ് കോശദ്രവ്യം എന്ന് പറയുക. അപ്പോൾ ഓർക്കണം, ജീവദ്രവ്യം എന്ന് പറഞ്ഞാലാണ് കംപ്ലീറ്റ്, എല്ലാം ഉള്ളത് ജീവദ്രവ്യമാണ്. കോശദ്രവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മർമ്മം ഉണ്ടാവില്ല, കോശസ്തരത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് നമ്മൾ കോശദ്രവ്യം എന്ന് പറയുന്നത്. അടുത്തത് കോശാംഗങ്ങളാണ്. എന്താണ് കോശാംഗങ്ങൾ? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിന് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ്. അപ്പോൾ ഈ കോശദ്രവ്യത്തിൽ കുറച്ച് സവിശേഷ ഘടകങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിന് ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ഡ്യൂട്ടീസാണ് ഈ ഘടകങ്ങൾക്കുള്ളത്. അപ്പോൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണുന്ന സവിശേഷ ഘടകങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ കോശാംഗങ്ങൾ അല്ലേ. അപ്പം നമ്മുടെ ശരീരത്തിൽ ഓരോ അംഗങ്ങളും അല്ലെ, ഓരോ അംഗങ്ങളും എന്താ ചെയ്യുന്നത്? ഓരോ അംഗങ്ങൾക്കും ഓരോ ധർമ്മം നിർവഹിക്കാനുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട്, ജീവധർമ്മ നിർവഹണത്തിനായിട്ട് ഈ കോശദ്രവ്യത്തിനകത്ത് കാണുന്ന സവിശേഷ ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് കോശാംഗങ്ങൾ. ഓക്കെ, അടുത്തത് മൈറ്റോകോൺട്രിയ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കോശത്തിൽ ഊർജ്ജ നിർമ്മാണവും സംഭരണവും ഒക്കെ ചെയ്യുന്നതാണ് മൈറ്റോകോൺട്രിയയുടെ ഡ്യൂട്ടി. മൈറ്റോകോൺട്രിയയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഊർജ്ജ നിർമ്മാണം അതുപോലെ സംഭരണം, ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശത്തിലെ ഊർജ്ജ നിലയമാണ് മൈറ്റോകോൺട്രിയ. എക്സാമിൽ പലവട്ടവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോശത്തിലെ ഊർജ്ജ നിലയം ആര്? എനർജി ഹൗസ്, പവർ ഹൗസാണ്. കോശത്തിലെ പവർ ഹൗസാണ്, കോശത്തിലെ എനർജി, ഊർജ്ജ നിർമ്മാണം അതുപോലെ തന്നെ സംഭരണം. ഇതാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോശത്തിലെ ഊർജ്ജ നിലയം എന്താണെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയാണ്. പേര് ഓർത്ത് വെച്ചുള്ള മൈറ്റോകോൺട്രിയ കോശത്തിലെ ഊർജ്ജ നിലയമാണ്. എന്താ അത് ചെയ്യുന്നത്? ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു, എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജിനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഊർജ്ജ നിർമ്മാണം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കും, കിച്ചണിൽ തന്നെ നമുക്ക് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ കോശത്തിൽ ഊർജ്ജ നിർമ്മാണവും അതുപോലെ തന്നെ ഊർജ്ജത്തെ സംഭരിക്കുകയും ചെയ്യുന്ന ഭാഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. അതുകൊണ്ട് മൈറ്റോകോൺട്രിയ വിളിക്കുന്ന പേര് കോശത്തിലെ ഊർജ്ജ നിലയം എന്നാണ്. കരള്, തലച്ചോറ്, ഈ ഭാഗത്തൊക്കെ കൂടുതൽ ഊർജ്ജം ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഈ കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള ഈ കരള്, തലച്ചോറ് പോലെയുള്ള ഭാഗത്ത് മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണുന്നുണ്ടെന്ന്. അപ്പോൾ കരൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, എക്സാമിന് ചോദിച്ചാൽ, SCRT ക്വസ്റ്റ്യൻ ആണ്. കരള്, തലച്ചോറ് മുതലായ ഊർജ്ജം കൂടുതൽ ആവശ്യമുള്ള പേശികളിൽ അല്ലെ, കരള്, തലച്ചോറ്, പേശികൾ ഇങ്ങനെയുള്ള ഭാഗത്താണ് ഊർജ്ജം കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയയാണ്. കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ ഓരോരോ ധർമ്മ നിർവഹണത്തിന് വേണ്ടിയിട്ട് കോശദ്രവ്യത്തിനുള്ളിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ. ആ കോശാംഗങ്ങളിൽ ഒന്നാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ കോശത്തിൽ ഊർജ്ജ നിലയമാണ്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ഊർജ്ജ നിർമ്മാണത്തിനും ഊർജ്ജ സംഭരണത്തിനുമാണ്. ഇത് എവിടെയാണ് കൂടുതൽ കാണുന്നത്? കരളിലും തലച്ചോറിലും പേശികളിലും ഒക്കെയാണ് അവിടെ കൂടുതൽ ഊർജ്ജം ആവശ്യമുണ്ട്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുളം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുളം എന്ന് പറയുന്നത് കോശത്തിന് ദൃഢത അതുപോലെ തന്നെ ആകൃതി, കോശത്തിന് അതിൻ്റെ ഷേപ്പും അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ദൃഢതയും കൊടുക്കുന്നത്, കോശത്തിന് ദൃഢതയും ഷേപ്പും കൊടുക്കുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുളമാണ്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുളം എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു ദൃഢതയുള്ള ഒരു വാക്കല്ലേ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുളം. അപ്പോൾ ഓർത്തോളം കോശത്തിന് ദൃഢതയും കൊടുക്കുന്നു, അതിന് അതിൻ്റെ ആകൃതിയും കൊടുക്കുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുളമാണ്. അതിന് വീണ്ടും ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണെന്ന് നോക്കിക്കേ, കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതാണെന്ന് ചോദിച്ചാലും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അതുപോലെ തന്നെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നതും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ 3 ഫംഗ്ഷൻ SCRT പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, കോശത്തിന് ദൃഢതയും അതുപോലെ തന്നെ ആകൃതിയും നൽകുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു, പദാർത്ഥ സംവഹനം നടക്കുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ്. കോശത്തിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എവിടെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്.
അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെ കോശ അസ്ഥികൂടം എന്ന് വിളിക്കും. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് 3 ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഒന്ന്, കോശത്തിന് ദൃഢത നൽകുന്നു, അതിന് അതിൻ്റെ ഒരു ആകൃതി നൽകുന്നു. രണ്ടാമത്തെ എന്താണ്? കോശത്തിനുള്ളിലെ സഞ്ചാര പാതയാണ്. മൂന്നാമത്തത് പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലാണ്. അതുകൊണ്ട് അതിന് കോശ അസ്ഥികൂടം, കോശത്തിന് ദൃഢതയും ഷേപ്പൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കോശ അസ്ഥികൂടം എന്ന് വിളിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെയാണ്. അപ്പം മൈറ്റോകോൺട്രിയ എന്താ വിളിച്ചത്? ഊർജ്ജ നിലയം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് കോശ അസ്ഥികൂടം. ഇനി കാണുന്നത് റൈബോസോം ആണ്. റൈബോസോം എന്താണ്? റൈബോസോം എന്ന് ചോദിച്ചാൽ ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ കാണുന്ന ഭാഗമാണ് എന്ത്? റൈബോസോം എന്ന് പറഞ്ഞാൽ. മറ്റൊരു കോശാംഗമാണ്. ഇത് എവിടെ കാണുകയെന്ന് ചോദിച്ചാൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ കാണുന്ന ഒരു ഭാഗമാണ് റൈബോസോം എന്ന് പറയുന്നത്. SCRT ഇതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പടം വരയ്ക്കാൻ അത്ര ഓക്കെ അല്ല. നിങ്ങൾ ജസ്റ്റ് ഒരു പിക്ചർ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കോശത്തിൻ്റെ പിക്ചർ നോക്കിയാൽ മതി. ഈ ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്തേക്കണ കാണാം. നിങ്ങൾ ജസ്റ്റ് പിക്ചർ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് റൈബോസോം എന്ന് പറഞ്ഞാൽ. റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. അതോ റൈബോസോം മാംസ്യം അത് കണക്ട് ചെയ്ത് വെച്ചോളണം. കാരണം ഇതിപ്പോൾ രണ്ട് സൈഡിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോം എന്നൊക്കെ പറഞ്ഞ ഒരു സൈഡിൽ, അപ്പർ സൈഡിൽ എനർജി നിലയം, കോശ അസ്ഥികൂടം, മാംസ്യ നിർമ്മാണ കേന്ദ്രം. എന്നിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കോശ അസ്ഥികൂടം ആരാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണ് അല്ലേ. പ്ലാസ്റ്റിക് കൊണ്ട് അസ്ഥികൂടം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഒന്ന് മൈൻഡിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്ലാസ്മിക് റെട്ടിക്കുലം എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് കോശ അസ്ഥികൂടം കിട്ടും. നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കിച്ചണിൽ പോകുമ്പോൾ നിങ്ങൾ മൈറ്റോകോൺട്രിയനെ ഓർക്കണം. ഇവിടെ എന്താണ്? ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഇവിടെയാണ് കൂടുതൽ ഊർജ്ജമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കിച്ചണിലാണ്. അപ്പോൾ ഊർജ്ജ നിലയാണ് അത്. എന്താണെന്ന് ഓർക്കണം നിങ്ങൾ? മൈറ്റോകോൺട്രിയ എന്ന് ഓർക്കണം. കിച്ചണിൽ പോകുമ്പോൾ എന്താ ഓർക്കണ്ടേ? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ ആണ് കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് പറയാം. റൈബോസോം നിർമ്മിച്ച മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. അടുത്തത് ടോണോപ്ലാസ്റ്റ് ആണ്. ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേനം ആവരണം ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഫേനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിക്ചറിൽ കൃത്യമായിട്ട് ഫേനം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും നോക്കണം. ഫേനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഫേനം ആവരണം ചെയ്തിട്ടുള്ള സവിശേഷ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. ഫേനം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ്. ഫേനം ആവരണം ചെയ്തിട്ടുള്ള സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയാം. ഈ ഫേനത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഫേനമാണ് ജലം, ലവണങ്ങൾ, അതുപോലെ വിസർജ്യ വസ്തുക്കൾ ഇതൊക്കെ സംഭരിക്കപ്പെടുന്ന കോശത്തിലെ ഭാഗമാണ് ഫേനം. ഫേനത്തിൽ എന്തൊക്കെയാണ്? ഫേനം, ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ ഇതെല്ലാം സംഭരിക്കപ്പെടുന്ന കോശഭാഗമാണ് എന്ത്? ഫേനം എന്ന് പറയുന്നത്. അടുത്തത് കോശസ്രവം. കോശസ്രവം എന്ന് പറഞ്ഞാൽ ഈ രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം ഇങ്ങനെയുള്ള കോശസ്രവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കോശസ്രവങ്ങളാണ്. ഈ രാസാഗ്നികൾ, അതുപോലെ തന്നെ ഹോർമോണുകൾ, ശ്ലേഷ്മരസമൊക്കെ. ഈ രാസസ്രവങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ചെറുസ്തര സഞ്ചികളിലാക്കിയിട്ട് സംഭരിക്കപ്പെടുന്ന ഭാഗമാണ് ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സിനുള്ളിൽ ചെന്ന് നോക്കിയാൽ കുറേ സഞ്ചികൾ കാണാം. ഗോൾഗി കോംപ്ലക്സിനകത്ത് ഭയങ്കര കോംപ്ലക്സ് ആണ് അല്ലേ. അതിൻ്റെ ഉള്ളിൽ കുറേ സഞ്ചികളുണ്ട്. ഈ സഞ്ചികളിലൊക്കെ എന്താണെന്നറിയോ? കുറച്ച് ഈ കോശസ്രവങ്ങളാണ് കാണപ്പെടുന്നത്. എന്തൊക്കെ സ്രവങ്ങൾ? രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ സ്രവങ്ങളൊക്കെയാണ്. കോശസ്രവങ്ങളെയൊക്കെ ചെറു സഞ്ചികളിലാക്കി സംഭരിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഗോൾഗി കോംപ്ലക്സിലാണ്. ഇതാണ് ഗോൾഗി കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയാം. അടുത്തത് കോശമർമ്മം. കോശമർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് കോശമർമ്മം. എന്തുകൊണ്ട് ഈ കോശമർമ്മത്തിനെ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നതെന്നറിയാവോ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോശത്തിൻ്റെ അകത്ത് ഒരുപാട് അസംഖ്യം ജീവൽ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഈ പ്രക്രിയകളെയൊക്കെ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആരാന്നറിയോ? ഇതൊക്കെ ചെയ്യുന്ന മാംസ്യ തന്മാത്രകളാണ്. അപ്പോൾ ഈ മാംസ്യ തന്മാത്രകൾ ഇങ്ങനെ കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രക്രിയകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഈ മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിൻ്റെ അകത്തുള്ള ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. മർമ്മത്തിൻ്റെ അകത്ത് ക്രോമാറ്റിൻ ജാലികയുണ്ട്. മർമ്മത്തിനകത്ത് എന്താണുള്ളത്? ക്രോമാറ്റിൻ ജാലികയുണ്ട്. ഈ ക്രോമാറ്റിൻ ജാലികയിൽ ജീനുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ജീനുകളുടെ നിയന്ത്രണത്താലാണ് നിർമ്മിക്കുന്നത്? മാംസ്യ തന്മാത്രകൾ നിർമ്മിക്കുന്നത്. ഈ മാംസ്യ തന്മാത്രകളാണ് കോശത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളെയും നിയന്ത്രിക്കുകയോ ഏകോപിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ കോശത്തിലെ പ്രക്രിയകളെയൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഈ മർമ്മത്തിൻ്റെ അകത്തുള്ള ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ
കംപ്ലീറ്റ് മർമ്മത്തിനകത്താണ് കൺട്രോളൊക്കെ നടക്കണേ. അതുകൊണ്ടാണ് മർമ്മത്തിനെ എന്ത് വിളിക്കുന്നത്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മർമ്മകം എന്ന് പറഞ്ഞാൽ ഈ റൈബോസോം നമ്മൾ മുന്നേ എന്താ റൈബോസോം എന്ന് പറയുമ്പോൾ സ്യം ഞാൻ പറഞ്ഞില്ലേ, മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് കോശത്തിലെന്ന് പറഞ്ഞു. ഈ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മത്തിലെ ഭാഗമാണ് മർമ്മകം. മർമ്മകത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഗോളാകൃതിയാണ്. എന്തിൻ്റെ നിർമ്മാണത്തിലാണ് പങ്ക് വഹിക്കുന്നത്? റൈബോസോമിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയിൽ കാണപ്പെടുന്ന കോശഭാഗമാണ് എന്ത്? മർമ്മകം. ഇത്രയും ക്ലിയർ ആയോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ നിങ്ങൾ. കോശത്തിൻ്റെ ധർമ്മം എന്താണ്? അന്യപദാർത്ഥങ്ങളെ പ്രതിരോധിക്കും, പോഷണത്തിൽ നിന്നും എന്തിനെ വലിച്ചെടുക്കും? ഊർജ്ജത്തിനെ സ്വതന്ത്രമാക്കും, പോഷണത്തിൽ നിന്ന് ഊർജ്ജത്തെ സ്വതന്ത്രമാക്കും, ജൈവ തന്മാത്രകളെ നിർമ്മിക്കും. ഇനി ഇത് ഓരോന്നും നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശസ്ഥലത്തിലെ കംപ്ലീറ്റ് പദാർത്ഥങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുക. അതിൽ മർമ്മം ഒഴികെയുള്ളത് കോശദ്രവ്യം. ഓരോരോ ധർമ്മങ്ങൾ, ജീവധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് കോശാംഗങ്ങളാണ്. അതിലൊരാളാണ് മൈറ്റോകോൺട്രിയ. എന്ന് പറയുമ്പോൾ കിച്ചൺ ഓർക്കണം, ഊർജ്ജം നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതും അവിടെയാണ്. ഇത് ഊർജ്ജ നിലയമാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ഊർജ്ജ നിലയാണ്, ഊർജ്ജം നിർമ്മിക്കുന്നു, സംഭരിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പ്ലാസ്റ്റിക് അസ്ഥികൂടം എന്ന് ഓർത്താൽ മതി, കോശ അസ്ഥികൂടമാണ്. അവിടെയാണ് അത് കോശത്തിലെ പദാർത്ഥ സംവഹനം നടക്കുന്ന അവിടെയാണ്. കോശത്തിനുള്ള സഞ്ചാര പാതയാണ്. കോശത്തിന് ദൃഢതയും ഷേപ്പും നൽകുന്നു, അല്ലെ, ആകൃതി നൽകുന്നു. റൈബോസോം മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. ടോണോപ്ലാസ്റ്റ് എന്താ? ഫേനത്തിനെ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഫേനം എന്താ? ഫേനമാണ് ജലം, ലവണങ്ങൾ, വിസർജ്യം ഇതിനെയൊക്കെ സംഭരിക്കപ്പെടുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗോൾഗി കോംപ്ലക്സ് എന്താ? ഗോൾഗി കോംപ്ലക്സ് ചെയ്യുന്നത് കോശസ്രവം, അല്ലെ, കോശത്തിലെ ശ്ലേഷ്മസ്രവങ്ങൾ അതുപോലെ തന്നെ രാസാഗ്നികൾ, ഹോർമോണുകളൊക്കെ ചെറിയൊരു സഞ്ചികളിലാക്കി സംഭരിച്ച് വെച്ചിട്ടുള്ള ഗോൾഗി കോംപ്ലക്സിലാണ്. പിന്നെ കോശമർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം. ഇനി മർമ്മകം എന്ന് പറഞ്ഞത് റൈബോസ് നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്ന ഭാഗമാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. മർമ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനം. മർമ്മരന്ധ്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സുഷിരങ്ങളാണ്, അല്ലേ, ചെറു സുഷിരങ്ങളാണ്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിനെ സഹായിക്കുന്ന മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രങ്ങൾ. ഇനി മർമ്മദ്രവ്യത്തിൽ മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മത്തിലെ ഭാഗമാണ് എന്ത്? മർമ്മദ്രവ്യത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. ഇനി എന്താണ് ഈ ക്രോമാറ്റിൻ ജാലിക? കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞായിരുന്നു. ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് ആക്ച്വലി ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മദ്രവ്യത്തിലെ വലക്കണ്ണികൾ പോലെ കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന ഭാഗമാണ്. എന്താണ്? ജീനുകളെ ഉൾക്കൊള്ളുന്ന. ജീനുകൾ എവിടെയുള്ളത്? ക്രോമാറ്റിൻ ജാലികയിലാണ് ജീനുകളുള്ളത്, അല്ലെ. മുന്നേ നമ്മൾ മാംസ തന്മാത്രയുടെ നിർമ്മാണത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞില്ലേ? ക്രോമാറ്റിൻ ജാലികയിലാണ് ജീനുകളുള്ളത്. അപ്പോൾ ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മദ്രവ്യത്തിനകത്ത് ഇതുള്ളത്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിടിഞ്ഞ് കാണപ്പെടുന്ന കോശഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുമ്പോൾ. ജീൻ ഓർത്തോണം, ക്രോമാറ്റിൻ ജാലികയിലാണ് ജീനുകൾ ഉള്ളത്. ഈ ക്രോമാറ്റിൻ ജാലിക ഇവിടെ കാണുന്ന മർമ്മദ്രവ്യത്തിലാണ്. അത് എങ്ങനെയാണ് കിടക്കണേ? കെട്ടുപിണഞ്ഞ് വലക്കണ്ണികൾ പോലെയാണ് ക്രോമാറ്റിൻ ജാലിക കിടക്കുന്നത്. ഇനി പ്രോകാരിയോട്ടുകളുണ്ട്, യൂകാരിയോട്ടുകളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർമ്മമില്ലാത്ത ജീവികളെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. മർമ്മമില്ലാത്ത ജീവികൾ. കോശത്തിൽ മർമ്മം കാണാത്ത ജീവികൾ പ്രോകാരിയോട്ടുകളിലും കോശത്തിൽ മർമ്മം ഉള്ള ജീവികൾ യൂകാരിയോട്ടുകളുമാണ്. അപ്പോൾ എങ്ങനെ ഓർക്ക്? മർമ്മം ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളത് യെസ് അല്ലേ. അപ്പോൾ യൂകാരിയോട്ടുകളുടെ YOU എന്ന് ഓർത്താൽ മതി. യു എന്ന് പറയുമ്പോൾ യെസ്, മർമ്മം ഉള്ള ജീവികളെയാണ്. പ്രോകാരിയോട്ടുകൾ ഒരെണ്ണം പഠിച്ച ശോധിയില്ല. പ്രോകാരിയോട്ടുകളാകുമ്പോൾ മർമ്മമില്ലാത്ത ജീവികളാണ്. മർമ്മമില്ലാത്തതിന് എക്സാമ്പിളാണ് ബാക്ടീരിയ. പ്രോകാരിയോട്ടുകൾക്ക് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ, സൈനോബാക്ടീരിയ. ഇതൊക്കെയാണ് ബാക്ടീരിയ. ഇതിന് എക്സാമ്പിൾ. പ്രോകാരിയോട്ടുകൾ എക്സാമ്പിളാണ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? അവിടെ മർമ്മമുണ്ട്, കോശത്തിൽ മർമ്മമുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ അല്ലേ, മനുഷ്യരും മീൻസ് ജന്തുക്കളും സസ്യങ്ങളും അമീബയൊക്കെ യൂകാരിയോട്ടുകളാണ്. ഓക്കെ, അടുത്തത് ജീവസ്തരം. അവിടെ പദാർത്ഥ വിനിമയത്തിലാണ് ജീവസ്തരം സഹായിക്കുന്നത്. ഏതൊക്കെ തമ്മിലാണ്? കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങൾ തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങൾ തമ്മിലുമുള്ള പദാർത്ഥ വിനിമയത്തിനെ നിയന്ത്രിക്കുന്നത് ജീവസ്തരമാണ്. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങൾ തമ്മിലുള്ള പദാർത്ഥ വിനിമയത്തെ നിയന്ത്രിക്കുന്നത് ജീവസ്തരമാണ്. ഈ ജീവസ്തരത്തിനൊരു പേരുണ്ട്, വർണ്ണധാര്യസ്തരം. അപ്പോൾ വർണ്ണധാര്യസ്തരം എന്ന് വിളിക്കുന്നത് ആരെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീവസ്തരത്തിനെയാണ് വർണ്ണധാര്യസ്തരം എന്ന് വിളിക്കുന്നത്. ജീവസ്തരത്തിനെ വർണ്ണധാര്യസ്തരം എന്ന് വിളിക്കുന്നു. എന്താ കാര്യം എന്നറിയോ? ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രമേ ഇത് കടത്തിവിടുകയുള്ളൂ. ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കണേ? ഈ ജീവസ്തരത്തിനെ വർണ്ണധാര്യസ്തരം എന്ന് വിളിക്കുന്നത്. ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നത് കൊണ്ടാണ് ജീവസ്തരത്തെ എന്ത് വിളിക്കുന്നത്? വർണ്ണധാര്യസ്തരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വർണ്ണധാര്യസ്തരം എന്ന് ചോദിച്ചാൽ ജീവസ്തരമാണ് കേട്ടോ. ഇനി സെൻട്രോസോം എന്നൊരു ഭാഗമുണ്ട്. സെൻട്രോസോം ഇത് പ്ലാന്റ് സെൽസിൽ ഇല്ല, അനിമൽ സെൽസിൽ മാത്രമേ ഉള്ളൂ.
മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട് 2 കാര്യങ്ങൾ പ്ലാന്റ് സെൽസിൽ മാത്രമേ ഉള്ളൂ എന്ന്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? കോശഭിത്തിയും ഹരിതകവും. അത് പ്ലാന്റ് സെൽസിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. കോശഭിത്തിയും ഹരിതകവും പ്ലാന്റ് സെൽസിൽ സസ്യ കോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ സെൻട്രോസോം ആനിമൽ സെൽസിൽ മാത്രമേ ഉള്ളൂ. സെൻട്രോസോം അനിമൽ സെൽസിൽ മാത്രമേ ഉള്ളൂ. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഭാഗമാണെന്ത്? സെൻട്രോസോം. ഈ സെൻട്രോസോമിൻ്റെ അകത്താണ് സെൻട്രിയോളുകൾ ഉള്ളത്. സെൻട്രോസോമിൻ്റെ അകത്തുള്ള സെൻട്രിയോളുകളുടെ പ്രധാന റോൾ എന്താണെന്നറിയോ? കോശവിഭജനത്തിൽ പങ്കുവഹിക്കുക എന്നുള്ളതാണ്. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗം ഏതാണ്? സെൻട്രിയോളുകളാണ്. ഈ സെൻട്രിയോളുകൾ എവിടെ കാണുന്നു? സെൻട്രോസോമിൽ കാണുന്നു. ഈ സെൻട്രോസോം എവിടെ മാത്രമേ ഉള്ളൂ? ആനിമൽ സെൽസിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മാറിപ്പോകാൻ പാടില്ല. പ്ലാന്റ് സെൽസിൽ മാത്രമുള്ള എന്തൊക്കെയാണ്? കോശഭിത്തിയും ഹരിതകവും. ആനിമൽ സെൽസിൽ മാത്രമുള്ള ഏതാ? സെൻട്രോസോം. സെൻട്രിയോളുകൾ എന്താ ചെയ്യണേ? സെൻട്രിയോളുകൾ കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സെൻട്രിയോളുകൾ എന്താ ചെയ്യുന്നത്? കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ് സെൻട്രിയോളുകൾ ചെയ്യുന്നത്. ഇനി ലൈസോസോം. എന്താ ലൈസോസോം എന്നറിയാമോ? ലൈസോസോം അതായത് നമ്മുടെ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുവാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിട്ടുള്ള ജന്തുകോശത്തിലെ കോശാംഗങ്ങൾ. ഈ ലൈസോസോമിൽ സ്ട്രോങ് ആയിട്ടുള്ള ദഹനരസമുണ്ട്. ഈ ദഹനരസം എന്തിനാണെന്നറിയാവോ? എന്തിനു നശിപ്പിക്കാനാ? കോശത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുവാൻ ശക്തമായ ദഹനരസങ്ങൾ അടങ്ങിയിട്ടുള്ള ജന്തുകോശത്തിലെ കോശാംഗമാണ് എന്ത്? ലൈസോസോം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ കേട്ടോ. ജൈവകണങ്ങൾ. സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന ജൈവകണങ്ങൾ 3 ടൈപ്പ് ഉണ്ട്. വർണ്ണകണങ്ങളുണ്ട്, ഹരിതകണങ്ങളുണ്ട്, ശ്വേതകണങ്ങളുണ്ട്. വർണ്ണകണങ്ങൾ, ഹരിതകണം, അതുപോലെ തന്നെ ശ്വേതകണമുണ്ട് അല്ലേ. ഹരിതകണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ ഹരിതകണം ചെയ്യുന്നത്. ഹരിതകണമാണ് ആക്ച്വലി പ്രകാശ സംശ്ലേഷണത്തിനൊക്കെ സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണം എന്ന ധർമ്മം നിർവഹിക്കുന്നത് സസ്യങ്ങളിൽ കാണപ്പെടുന്ന ജൈവകണങ്ങളായ ഹരിതകണങ്ങളാണ്. ഈ വർണ്ണകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ ആ പേരിലുണ്ട്. വർണ്ണം അല്ലെ, കളർ കൊടുക്കുകയാണ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനൊക്കെ കളർ കൊടുക്കുന്നതാണ് വർണ്ണകണം എന്ന് പറയുക. ശ്വേതകണത്തിന് പ്രത്യേകിച്ച് കളറില്ല. അത് കൂടുതലും ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ശ്വേതകണത്തിലാണ്. ജൈവകണങ്ങൾ 3 വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. അപ്പോൾ അതിൽ വർണ്ണകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ശ്വേതകണം എന്ന് പറഞ്ഞത് ല്യൂക്കോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഹരിതകണം എന്താ ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം. വർണ്ണകണം കളർ കൊടുക്കുന്നു ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും. ശ്വേതകണം എന്താ ചെയ്യുന്നത്? അതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. കൂടുതലും ഭക്ഷണമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരുടെ ധർമ്മമാണ്? ശ്വേതകണത്തിൻ്റെ ധർമ്മമാണ്. ആഹാരപദാർത്ഥങ്ങളുടെ സംഭരണം നടക്കുന്നത് കൂടുതലായിട്ടും ശ്വേതകണത്തിലാണ്. ഓക്കെ, ഇത് 3 പഠിച്ചു വെച്ചോളണം. ഈ വർണ്ണകണത്തിൽ കാണുന്ന ചില വർണ്ണകങ്ങളാണ് ഇത് 3. സാന്തോഫില്, കെരോട്ടിൻ, ആന്തോസയാനിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഏത് കളറാണ് കൊടുക്കണമെന്ന് ചോദിക്കാം, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം ഈ വർണ്ണകണത്തിൽ ചില വർണ്ണങ്ങളാണ് സാന്തോഫില്, കെരോട്ടിൻ, ആന്തോസയാനിൻ എന്നൊക്കെ പറയുന്നത്. കരോട്ടിൻ ഏത് കളറാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോയിഷ് ഓറഞ്ച്, മഞ്ഞ കലർന്ന ഓറഞ്ചാണ് കരോട്ടിൻ കൊടുക്കുന്നത്. മഞ്ഞ കലർന്ന ഓറഞ്ച്. സാന്തോഫിൽ എന്ന് പറഞ്ഞാൽ അവിടെ മഞ്ഞ ഓർത്തുള്ള. സാന്തോഫിലും മഞ്ഞ നിറം, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആൻഡ് ആന്തോസയാനിൻ ചുവപ്പും പിന്നെ പർപ്പിളും. ഈ 2 നിറങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ വർണ്ണഗണത്തിലുള്ള വർണ്ണങ്ങളാണ് സാന്തോഫിലും കരോട്ടിനും ആന്തോസയാനിനും. സാന്തോഫിൽ ഏത് കളർ കൊടുക്കണം? യെല്ലോ കളർ, മഞ്ഞ കളറാണ്. കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം കൊടുക്കും. ആന്തോസയാനിൻ കൊടുക്കുന്നത് ചുവപ്പും അല്ലെങ്കിൽ പർപ്പിൾ. ഈ 2 കളറും ആന്തോസയാനിൻ കൊടുക്കുന്നതാണ്. അപ്പോൾ വർണ്ണഗണത്തിൽ 3 വർണ്ണങ്ങളാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ പാകമാകണ അനുസരിച്ചിട്ട് ഹരിതകണങ്ങൾ പതുക്കെ വർണ്ണഗണമായിട്ട് മാറും. ഇനി പഴുത്ത് വരുമ്പോഴേക്കും നിറം കൂടി വരില്ലേ. നമ്മൾ മാമ്പഴം ഒക്കെ ആണെങ്കിൽ പച്ചമാങ്ങ അത് പഴുത്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളറാവില്ലേ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് പാകമാകണ അനുസരിച്ചിട്ട് ഈ ഹരിതകണം എന്തായിട്ട് മാറും? വർണ്ണഗണമായിട്ട് മാറും. അതുപോലെ അന്നജം എന്തായിട്ട് മാറും? പഞ്ചസാരയായിട്ട് മാറും. അപ്പം നല്ല കളറും വരും, ഫ്രൂട്ട്സിന് നല്ല ടേസ്റ്റും വരും അല്ലേ. അപ്പം നമ്മുടെ പഴങ്ങൾക്കൊക്കെ നല്ല നിറമാറ്റവും നല്ല രുചിമാറ്റവും ഒക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ കണങ്ങളാണ്. അതായത് നമ്മുടെ അന്നജം പതുക്കെ പഞ്ചസാരയായിട്ട് മാറുന്നതുകൊണ്ടിട്ടാണ് കൂടുതൽ രുചിയാകുന്നത് പഴുക്കുമ്പം. അതുപോലെ ഈ ഹരിതകണം, ഇനിഷ്യലുണ്ടായിരുന്ന ഹരിതകണം അത് പാകമാകുന്നതനുസരിച്ച് വർണ്ണഗണമായിട്ട് മാറും. അപ്പോഴാണ് പച്ചമാങ്ങ നല്ല യെല്ലോ കളറിൽ വരുന്നത്. അപ്പോൾ നിറമാറ്റത്തിനും രുചിമാറ്റത്തിനും ഒക്കെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെടുത്തി 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു സാധാരണ വസ്തുവിൻ്റെ വലിപ്പം അതിൻ്റെ 2000 ടൈംസ് 2000 മടങ്ങ് വലുതാക്കി കാണിക്കാൻ മൈക്രോസ്കോപ്പുകൾക്ക് കഴിയും. PCRT പറയുന്നൊരു ഫാക്റ്റാണ്. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി എത്ര മടങ്ങ് വലുതായി കാണിക്കാൻ സാധിക്കും ചോദിച്ചാൽ 2000 മടങ്ങ് കേട്ടോ. അതുപോലെ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗിക്കുകയാണെങ്കിൽ, സോഴ്സായിട്ട് പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. മൈക്രോസ്കോപ്പിൻ്റെ പാർട്സൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോശങ്ങൾ എന്ന ഭാഗത്തു നിന്നും SCRT പറയുന്ന മൊത്തം കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ 2
പാർട്ടായിട്ട് ഞാനത് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ കോശം എന്ന് പറഞ്ഞ ഭാഗം നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ റൈബോസോമ, ലൈസോസോമ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ മൈറ്റോകോൺട്രിയ, ഇത് ഓരോന്നിൻ്റെയും ധർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ജൈവകണങ്ങൾ 3 ഏതൊക്കെയാണ്, ആ കണങ്ങളുടെ ഫംഗ്ഷൻ പഠിക്കണം. പിന്നെ നമ്മൾ സസ്യകോശത്തിലും ജന്തുകോശങ്ങളും ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ലാത്തെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് ഇത് മൊത്തം പഠിച്ചിട്ട് പാർട്ട് 1ഉം പാർട്ട് 2ഉം കൂടെ റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ SCRT ബേസ്ഡ് കോശം എന്ന പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, പെട്ടെന്ന് പഠിച്ച് തീർക്കണം, പെട്ടെന്ന് നമ്മൾ റിവൈസ് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, പ്രിലിംസ് നമുക്ക് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ അതും ഇതൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കി സമയം കളയാണ്ട് നമുക്കുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചത് നമ്മൾ തറവായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണുന്നവരേക്കും ബൈ. നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രിലിം സ്പെഷ്യൽ സീരീസിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ബയോളജി ഭാഗത്ത് നിന്നും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, അതിൽ നമ്മൾ രക്തം എന്ന വിഷയമാണ്. നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് കോശം എന്ന ഒരു വിഷയത്തിൽ 2 ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. 2 പാർട്ടായിട്ടാണ് ആ ക്ലാസ് ഇട്ടിട്ടുള്ളത്. കോശത്തെ പറ്റി നമ്മുടെ SCRT ബേസ്ഡ് ക്ലാസ് ആണത്. ഇനി നമുക്ക് രക്തത്തെ പറ്റി പഠിക്കാം. ഹെമറ്റോളജി, രക്തത്തെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഹെമറ്റോളജി. രക്തത്തെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേര് ഹെമറ്റോളജി. എങ്ങനെ ഓർക്കാം? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് ഓർമ്മ വരില്ലേ? അപ്പോൾ ഹീമോഗ്ലോബിൻ എന്നുള്ള പേരുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കണം. രക്തത്തെ പറ്റി പഠിക്കുന്ന അതിന് പറയുന്ന പേരാണ് ഹെമറ്റോളജി. രക്തത്തെ പറ്റിയുള്ള പഠനമാണ് ഹെമറ്റോളജി. ഇനി ജീവൻ്റെ നദി എന്നറിയപ്പെടുന്ന എന്താണ്? രക്തമാണ് ജീവൻ്റെ നദി, അല്ലേ? നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്ന നമ്മുടെ ശരീരത്തിലെ രക്തമാണ്. സോ ജീവൻ്റെ നദി ഏതാണ്? രക്തം. ഇനി രക്തത്തിൻ്റെ pH വാല്യൂ, രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? 7.4 ആണ്. പ്രത്യേകം നോട്ട് ചെയ്യണം, രക്തത്തിൻ്റെ pH വാല്യൂ 7.4 ആണ്. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര അളവിൽ രക്തമുണ്ടെന്ന് ചോദിച്ചാൽ 5 മുതൽ 5.5 ലിറ്റർ വരെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് 5, 5.1, 2 ഏത് വേണമെങ്കിലും വരാം. നമ്മുടെ ആൻസറിൽ ഓപ്ഷൻ നോക്കി നിങ്ങൾ എഴുതണം. 6 വരെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രക്തത്തിൻ്റെ പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ കാണുന്ന രക്തത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ആവറേജ് പഠിച്ചു വയ്ക്കാം, 5 to 5.5 ലിറ്റർ. ഇനി രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെയാണ്. 3 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ. അപ്പോൾ നമ്മൾ 3 വാല്യൂ ഇവിടെ പറഞ്ഞല്ലേ, എന്താണ്? ഒന്ന് രക്തത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? 7.4 ആണ്, അല്ലേ? ഇനി രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തമുണ്ട്? 5 മുതൽ 5.5 ലിറ്റർ വരെ. രക്തത്തെ പറ്റി പഠിക്കുന്നതിന് എന്താ പറയുക? ഹെമറ്റോളജി. അതുപോലെ ജീവൻ്റെ നദിയാണ് രക്തം. രക്തമില്ലാത്ത കലയാണ് എപ്പിത്തീലിയം കല. അപ്പം നമ്മുടെ രക്തമില്ലാത്ത കല ഏത് എന്ന് ചോദിച്ചാൽ എപ്പിത്തീലിയം കലയാണെന്ന് ഓർത്തു വയ്ക്കണം. ഇനി ഹെപ്പാരിൻ, രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഹെപ്പാരിനെ കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്ന രാസവസ്തുവാണ് ആര്? ഹെപ്പാരിൻ. ഇതൊരു ആൻറ്റി കോയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ്റെ ഡ്യൂട്ടി എന്താ? ബ്ലഡ് ക്ലോട്ടിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാണ്, രക്തത്തിനെ കട്ട പിടിക്കാതിരിക്കാനാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ് ഹെപ്പാരിൻ സഹായിക്കുന്നത്. ഇനി യൂറീമിയ, യൂറീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എന്താണെന്നറിയോ? നമ്മുടെ രക്തത്തിൽ യൂറിയയുടെ അളവ് ഒരുപാട് കൂടിപ്പോയാൽ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? യൂറീമിയ. അപ്പോൾ യൂറീമിയ എന്നുള്ള പേരിൽ യൂറിയ ഉണ്ടല്ലേ, അപ്പോൾ ഓർത്തോളം രക്തത്തിൽ യൂറിയയുടെ അളവ് വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് യൂറീമിയ. ക്ലിയർ ആണല്ലോ? ഇനി ഹീമോപോയിസസ് എന്ന് പറയുന്നത് രക്തകോശ നിർമ്മാണം, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹീമോപോയിസസ്. ഹീമോ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ബ്ലഡാണ് കണക്ട് ചെയ്തോളാം. ആ ഹീമോഗ്ലോബിൻ, ഹെമറ്റോളജി ഒക്കെ ആ ടേംസ് ഓർത്ത് വെച്ചോളാം. ഹീമോപോയിസസ് എന്ന് പറഞ്ഞാൽ, ഹീമോ എന്ന് പറയുമ്പോഴേ എന്തോ ഒരു പോയിസസ് എന്ന് വെച്ചിട്ട് ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. എന്ത് പ്രോസസ്സാണ്? രക്തകോശ നിർമ്മാണ പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹീമോപോയിസസ് എന്ന് പറയുക. ഇനി വില്യം ഹാർവേ കേട്ടിട്ടുണ്ടോ? വില്യം ഹാർവേയാണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ച ആൾ. ആരാണ്? വില്യം ഹാർവേയാണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ച ആൾ.
ത്രോംബോസിസ് ഇത് നമ്മുടെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ്. രക്തം കട്ട പിടിക്കുന്ന ബ്ലഡ് ക്ലോട്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ത് പറയുക? ത്രോംബോസിസ്. ആരാ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നത്? അത് ഹെപ്പാരിനാണ് അല്ലേ. ത്രോംബോസിസ് രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ. അത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രക്തത്തിലെ ഘടകങ്ങളൊക്കെ ഒന്ന് നോക്കാം. രക്തത്തിൽ പ്ലാസ്മയുണ്ട്, രക്തകോശങ്ങളുണ്ട്. പ്ലാസ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആയിട്ട് പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. പ്ലാസ്മ രക്തത്തിൻ്റെ ദ്രാവക രൂപമാണ് പ്ലാസ്മ എന്ന് പറയുക. പ്ലാസ്മ 55% ഉണ്ട് രക്തത്തിൽ. 55% രക്തത്തിൽ പ്ലാസ്മയാണുള്ളത്, 45% രക്തകോശങ്ങളും. 55% പ്ലാസ്മ, 45% രക്തകോശങ്ങൾ. പ്ലാസ്മയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ SCRT പറയുന്നത് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളണം. പ്ലാസ്മയുടെ നിറം എന്ത്? പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്. പ്ലാസ്മയുടെ നിറം എന്താ? ഇളം മഞ്ഞ നിറമാണ്. ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകമാണ് പ്ലാസ്മ. ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയുടേത്. ലഘുപോഷകങ്ങളുടെ സംവഹനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന രക്തഘടകമാണ് പ്ലാസ്മ. ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകം ഏതാണ്? പ്ലാസ്മ. പ്ലാസ്മയിൽ 90 മുതൽ 92% വരെ വാട്ടറും അതുപോലെ 7 തൊട്ട് 8% വരെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്തു വെച്ചോളണം, നമ്മുടെ ബ്ലഡിൽ 55% എന്താണ്? പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയിൽ ഒരു 90-92% എന്താണ്? വെള്ളമാണ്. 7 മുതൽ 8% വരെ പ്ലാസ്മയിൽ പ്രോട്ടീൻസ് ഉണ്ട്, പ്ലാസ്മ പ്രോട്ടീൻസ്. ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ? പ്ലാസ്മ പ്രോട്ടീൻസ് 3 എണ്ണമാണ്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ഇപ്പോൾ തന്നെ പഠിച്ചു പോക്കോ ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻസ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ അല്ലേ. ഇവർ രണ്ടിനും പേര് നല്ല സിമിലർ ആയിട്ടുണ്ട്. ആൽബു ഗ്ലോബു അല്ലേ, ആൽബു ഗ്ലോബു. പിന്നെ ഫൈബ്രിനോജിനും ഓർത്തോളാം. ആൽബുമിൻ്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? നമ്മുടെ രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബ്ലഡ് പ്രഷറിനെ, രക്തസമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം നമുക്കറിയാം അല്ലേ, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ BP-നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഡ്യൂട്ടി ആരുടെയാണ്? ആൽബുമിൻ്റെ ഡ്യൂട്ടിയാണ്. ഗ്ലോബുലിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ആൻറ്റിബോഡി പ്രൊഡക്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന മെയിൻ ഘടകമാണ് ഇത് ഗ്ലോബുലിൻ. അപ്പോൾ ആൽബുമിൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? രക്തസമ്മർദ്ദത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഗ്ലോബുലിൻ എന്താ ചെയ്യുന്നത്? രോഗപ്രതിരോധത്തിനെ സഹായിക്കുന്നു. ഫൈബ്രിനോജിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഹെപ്പാരിനെ ഓർക്കുക. ഹെപ്പാരിൻ്റെ കാര്യം എന്താ നമ്മൾ പറഞ്ഞേ? രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ് ഹെപ്പാരിൻ സഹായിക്കുന്നതെങ്കിൽ ഫൈബ്രിനോജിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന കരൾ തന്നെയാണ്. അപ്പോൾ കരൾ എന്ത് വലിയ റോളാണല്ലേ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. കരളും ബ്ലഡും തമ്മിൽ ആ ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനും ബ്ലഡ് കട്ട പിടിക്കാനും നമ്മളെ സഹായിക്കുന്നത് കരളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 വസ്തുക്കളാണ്. അതായത് ഹെപ്പാരിൻ എന്ന രാസവസ്തുവിൻ്റെ ഡ്യൂട്ടി എന്താണ്? രക്തത്തിനെ കട്ട പിടിക്കാതിരിക്കാനാണ് ഹെപ്പാരിൻ സഹായിക്കുന്നതെങ്കിൽ ഫൈബ്രിനോജിൻ ബ്ലഡിനെ കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഫൈബ്രിനോജിൻ ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഫൈബ്രിനോജിൻ ആ ടേം തന്നെ ഒരു കട്ടയാണല്ലേ, ഫൈബ്രിനോജിൻ. അപ്പോൾ കട്ട പിടിക്കും എന്ന് ഓർത്താൽ മതി. കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജിൻ. ഹെപ്പാരിൻ കട്ട പിടിക്കാതിരിക്കാൻ, ഇവിടെ ഒരു കട്ട പിടിക്കാതിരിക്കാനുണ്ട്, ഇവിടെ ഒരു ഇരിനുണ്ടല്ലേ. ഹെപ്പാരിൻ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട്. ഓക്കെ, ഇനി EDT എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. EDT എന്ന് പറഞ്ഞാൽ എത്തിലിൻ ഡയമിൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. ഇത് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഒരു വസ്തുവിന് ഉദാഹരണമാണ്. രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട്, രക്തത്തിൻ്റെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രാസവസ്തുവിനൊരു ഉദാഹരണമാണ് EDTA. നോട്ട് ചെയ്ത് വെച്ചോണേ. ഇനി നമ്മുടെ പ്ലാസ്മയിൽ കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പ്ലാസ്മയിൽ 90 മുതൽ 92% വരെ വെള്ളമാണ്, 7 തൊട്ട് 8% വരെ പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ പ്ലാസ്മയിൽ കൊഴുപ്പുണ്ട്, ലവണങ്ങളുണ്ട്, യൂറിയ ഉണ്ട്, പഞ്ചസാരയും ഹോർമോണുകളും ഉണ്ട്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോളൊക്കെ നമ്മുടെ ആഹാരം ദഹിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ദഹനഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ ഇവയൊക്കെ പ്ലാസ്മ വഴിയാണ് കോശങ്ങളിലോട്ട് എത്തുന്നത്. അപ്പോൾ പ്ലാസ്മയുടെ ഡ്യൂട്ടി എന്താണ്? പ്ലാസ്മയ്ക്ക് വലിയൊരു റോളുണ്ട് നമ്മുടെ ശരീരത്തിൽ. എന്തൊക്കെയാണ് പ്ലാസ്മയുടെ റോൾ എന്ന് പറഞ്ഞാൽ? പ്ലാസ്മ എന്ന് പറഞ്ഞത് രക്തത്തിൻ്റെ ദ്രാവക രൂപമാണ്. അത് 55% ഉണ്ട്. പ്ലാസ്മയിൽ 90-92% വെള്ളമാണ്, 7 തൊട്ട് 8% പ്രോട്ടീനാണ്. പ്ലാസ്മ മെയിൻ
മെയിൻലി ലഘുപോഷകങ്ങളുടെ സംവഹനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. പ്ലാസ്മയിൽ 3 തരം പ്രോട്ടീൻസ് ഉണ്ട്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ആൽബുമിൻ നമ്മുടെ രക്തസമ്മർദ്ദത്തിനെ കൺട്രോൾ ചെയ്യുന്നു, ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, ഫൈബ്രിനോജിൻ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ദഹനഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ ഇതെല്ലാം നമ്മുടെ കോശങ്ങളിലോട്ട് എത്തുന്നത് പ്ലാസ്മ വഴിയാണ്. അപ്പോൾ ഇതെല്ലാം പ്ലാസ്മയുടെ ഡ്യൂട്ടിയാണ്. ഇനി രക്തകോശങ്ങൾ 3 ടൈപ്സ് ആണുള്ളത്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. രക്തകോശങ്ങൾ 45% ബ്ലഡിലുള്ളത്. RBC റെഡ് ബ്ലഡ് സെൽസ് അല്ലേ, ചുവന്ന രക്താണുക്കളാണ് RBC. WBC എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, ശ്വേത രക്താണുക്കൾ എന്ന് വിളിക്കുന്നത് WBC. പ്ലേറ്റ്ലെറ്റ്സ് ആണ് മൂന്നാമത്തത്. അപ്പോൾ രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഇത്രയൊക്കെ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ത്രോംബോസിസ് എന്ന് നമ്മൾ പറയുന്നത് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളിൽ രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തോളണം അതിൻ്റെ കൂടെ കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു രക്തകോശങ്ങൾ 3 തരത്തിലുണ്ട്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഇത് 3 നമ്മൾ സെപ്പറേറ്റ് പഠിക്കാൻ പോവാം. ആദ്യം നമ്മൾ RBC എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കളാണ്, അരുണ രക്താണുക്കളാണ്. RBCയുടെ ഷേപ്പ് ഡിസ്ക് ഷേപ്പാണ്. RBC എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അസ്ഥി മജ്ജയിലാണ് RBC ഫോം ചെയ്യുന്നത്. RBCയുടെ ഒഫീഷ്യൽ നെയിം എന്നൊക്കെ പറയില്ലേ, ശാസ്ത്രീയ നാമമാണ് എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സ് പറഞ്ഞാൽ RBC ആണ് കേട്ടോ. RBCയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അകത്തെത്തുന്ന ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ധർമ്മം RBCയുടേതാണ്. RBC ആണ് ഓക്സിജനെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നത്. RBCയിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞത് ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിൻ ആണ് ആക്ച്വലി ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ RBCയുടെ ഷേപ്പ് എന്താണ്? ഡിസ്ക് ഷേപ്പാണ്. പേരെന്താണ്? എറിത്രോസൈറ്റ്സ് എന്നാണ്. ഡ്യൂട്ടി എന്താണ്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. ആര്? ഹീമോഗ്ലോബിൻ ആണ് അത് ചെയ്യുന്നത്. ഹീമോഗ്ലോബിനിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? അയൺ അടങ്ങിയിട്ടുണ്ട്. ഇനി RBCയുടെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. 120 ദിവസം കഴിഞ്ഞാൽ RBC നശിച്ചു പോകും. അത് പ്ലീഹയിൽ വെച്ചിട്ടാണ് RBC നശിച്ചു പോകുന്നത് കേട്ടോ, പ്ലീഹയില്. അതുകൊണ്ട് തന്നെ പ്ലീഹനെ RBCയുടെ ശവപ്പറമ്പ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ സ്പ്ലീൻ എന്ന് പറയും. RBC ഫോം ചെയ്യുന്നത് അസ്ഥി മജ്ജയിലാണ്. അതിന്റെ ലൈഫ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? പ്ലീഹയിലാണ്. പ്ലീഹയാണ് RBCയുടെ ശവപ്പറമ്പ്. ബ്ലഡ് ബാങ്ക് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നതും ആര് തന്നെയാണ്? ഈ പറഞ്ഞ സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹ തന്നെയാണ് ബ്ലഡ് ബാങ്ക് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. RBC എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? 1 മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡിന് 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് RBCയുടെ കൗണ്ട് എന്ന് പറയുന്നത്. 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. ഇത്രയൊന്ന് പറഞ്ഞു നോക്കിക്കേ. RBC പേരെന്താ? എറിത്രോസൈറ്റ്സ്. RBCയുടെ കളർ എന്താ? റെഡ് ആണ്. RBCയുടെ ഷേപ്പ് എന്താ? ഡിസ്ക് ഷേപ്പാണ്. RBCയുടെ ആയുസ് എത്രയാ? 120 ദിവസമാണ്. എത്ര എണ്ണം ഉണ്ട് 1 മില്ലിമീറ്റർ ക്യൂബ് ബ്ലഡില്? 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെയാണ് RBC ഉള്ളത്. RBCയുടെ മെയിൻ ഡ്യൂട്ടി എന്താണ്? ഓക്സിജനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. അത് ആരാ ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? അയൺ അടങ്ങിയിട്ടുണ്ട് അല്ലെ. RBC എൻഡ് ചെയ്യുന്നത് പ്ലീഹയിലാണ്. സോ ബ്ലഡ് ബാങ്ക് ഇൻ ഹ്യൂമൻ ബോഡി എന്നറിയപ്പെടുന്നത് പ്ലീഹ. RBCയുടെ ശവപ്പറമ്പ് പ്ലീഹ. ഇനി RBC കൂടുതലായിട്ടുണ്ടെങ്കിൽ, RBCയുടെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. പോളി എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ RBC കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥ. RBC കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച. ഹീമോഗ്ലോബിൻ കുറഞ്ഞാലും ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാലും അത് അനീമിയ. ഓക്കെ. RBCക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ന്യൂക്ലിയസ് ഇല്ല, മർമ്മമില്ല. നമ്മൾ കോശം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോശത്തിന്റെ ഭാഗമൊക്കെ അല്ലേ. അപ്പൊ മർമ്മം സെൻട്രലിൽ കാണുന്ന ഒരു ഭാഗമാണ് മർമ്മം. പക്ഷെ RBCക്ക് മർമ്മമില്ല. പക്ഷേ ഒട്ടകത്തിന്റെ RBCക്ക് മർമ്മമുണ്ട്. എക്സെപ്ഷണൽ കേസാണ്. മർമ്മമുള്ളത് ഏതിന്റെ RBCക്കാണ്? ഒട്ടകത്തിൻ്റെയാണ്. അതിൽ മാത്രമേ ന്യൂക്ലിയസ് ഉള്ളൂ. ഇനി RBCയുടെ ഷേപ്പ് നമ്മൾ ഡിസ്ക് ഷേപ്പാന്ന് പറഞ്ഞു. അത് സിക്കിളിന്റെ ഒരു അരിവാളിന്റെ ഷേപ്പിലായിട്ട് വരുന്ന ഒരു രോഗാവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ. വയനാട്ടിലെ ആദിവാസികളിലാണ് ഈ രോഗം കണ്ടത്, സിക്കിൾ സെൽ അനീമിയ. എന്താണ് ഈ രോഗത്തിന്റെ പ്രത്യേകത? RBCയുടെ ഷേപ്പ് എന്താകും? സിക്കിള് പോലെ, അരിവാള് പോലെ ഒരു ഷേപ്പിൽ വരുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. ഇത്രയും ക്ലിയർ അല്ലേ? WBC എന്ന് പറഞ്ഞ ശ്വേത രക്താണുക്കളാണ്. ശ്വേത രക്താണുക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കളർ ഊഹിക്കാലോ, വെള്ള കളറാണ്. RBCക്ക് റെഡ് ആണെങ്കിൽ ഇതിന് വൈറ്റ് കളറാണ്. RBCയുടെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞ് ഓക്സിജനെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാന്നല്ലേ പറഞ്ഞേ. WBCയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയാണ്. അപ്പൊ ഈ പ്രതിരോധ ശേഷി നൽകുന്നത് കൊണ്ട് തന്നെ പട്ടാളക്കാർ, പോരാളി എന്നൊക്കെ വിളിക്കുന്നത് WBCനെയാണ്. RBCയുടെ ആയുസ് എത്രയാ പറഞ്ഞേ? 120 ദിവസമല്ലേ പറഞ്ഞേ. പക്ഷെ ഇവർക്ക് അത്ര ആയുസൊന്നുമില്ല. ഒരു 10-15 ദിവസമൊക്കെയാണ് ഇവർക്ക് ആയുസുള്ളൂ. കമ്പയറിംഗ് ടു RBC വളരെ കുറവാണ് അല്ലേ.
അതുപോലെ തന്നെ 1 mm³ ബ്ലഡിൽ 5000 മുതൽ 10000 വരെ നമ്പേഴ്സേ WBC ഉള്ളൂ. RBC ലക്ഷക്കണക്കിനാണ്. 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ആണെങ്കിൽ WBC 5000 മുതൽ 10000 വരെ ഉള്ളൂ. ഓക്കെ, ഇനി WBCയുടെ ഒഫീഷ്യൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ലൂക്കോസൈറ്റ്സ് എന്നാണ്. ലൂക്കോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം WBC ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കണം കേട്ടോ. RBCയുടെ പേരെന്താ പറഞ്ഞ എറിത്രോസൈറ്റ്സ് ആണെങ്കിൽ WBCയുടെ പേര് ലൂക്കോസൈറ്റ്സ്. RBC കൂടുന്ന രോഗാവസ്ഥ എന്തായിരുന്നു? പോളിസൈത്തീമിയ അല്ലേ. WBC കൂടുമ്പോൾ ഉണ്ടാവുന്ന ലൂക്കീമിയ അല്ലെങ്കിൽ രക്താർബുദം എന്ന് പറയും. ലൂക്കീമിയ. അതുപോലെ WBC കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂക്കിപ്പീനിയ. RBC കുറയുമ്പോൾ ഏതാ പറഞ്ഞ അനീമിയ അല്ലേ. WBC കുറയുമ്പോൾ ഉള്ളത് ലൂക്കോപീനിയാണ്. നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇങ്ങനെ പഠിക്കുക. അതായത് RBC റെഡ് ആണ്, WBC വൈറ്റ് ആണ്, അരുണ രക്താണുക്കളും ശ്വേതരക്താണുക്കളും. ഇത് എറിത്രോസൈറ്റ്സ് ആണ്, ഇത് ലൂക്കോസൈറ്റ്സ് ആണ്. ഇവിടുത്തെ ആയുസ് 120 ദിവസമാണ്. ഇവിടുത്തെ ആയുസ് 10 മുതൽ 15 ദിവസമാണ്. ഇവിടെ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ RBC ആണ് 1 mm³ ബ്ലഡിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ വെറും 5000 മുതൽ 10000 വരെ WBC ഉള്ളൂ. ഇവിടെ RBCയുടെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസൈത്തീമിയ ഉണ്ടാകും. ഇവിടെ WBCയുടെ അളവ് കൂടിയാൽ ഉണ്ടാകുന്നത് ലൂക്കീമിയ ആണ്. RBCയുടെ അളവ് കുറഞ്ഞാൽ അനീമിയ ആണെങ്കിൽ ഇവിടെ WBCയുടെ അളവ് കുറഞ്ഞാൽ ലൂക്കോപീനിയ ആണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി ഈ WBC 5 ടൈപ്പ് ഉണ്ട്. ആ 5 ടൈപ്പിന്റെ പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ന്യൂട്രോഫിൽ, എസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ന്യൂട്രോഫിൽ, എസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഈ 5 എണ്ണത്തിൽ ഏറ്റവും വലിയ WBC ഏതാണ്? നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ഏറ്റവും വലിയ WBC ഒരു വലിയ WBC ആണ്, ഒരു സിംഗിൾ വൺ. ആ സിംഗിൾ എന്നുള്ള മീനിങ്ങിൽ മോണോ എന്നുള്ള എടുത്തിട്ട് മോണോസൈറ്റ് എന്ന് ഓർത്ത് വെക്കണം. അപ്പൊ ഏറ്റവും വലിയ WBC ഏതാണ്? ലാർജസ്റ്റ് എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ WBC എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ചെറിയ WBC ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് നമ്മുടെ ലിംഫോസൈറ്റ് ആണ് ഏറ്റവും ചെറുത്. ഏറ്റവും വലുത് മോണോസൈറ്റും ഏറ്റവും ചെറുത് ലിംഫോസൈറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഈ ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ കഴിയുന്ന കോശങ്ങളെയാണ് ഫാഗോസൈറ്റ്സുകൾ എന്ന് പറയുന്നത്. അവർക്ക് രോഗാണുക്കളെ വിഴുങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ രോഗാണുക്കളെ വിഴുങ്ങാൻ കഴിവുള്ള 2 ഫാഗോസൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റും. ഇങ്ങനെ ഓർത്താൽ മതി. ന്യൂട്രോഫിൽ അതിനെ ന്യൂട്രൽ ആക്കും, രോഗാണുക്കളെ വിഴുങ്ങി ന്യൂട്രൽ ആക്കും. അതുപോലെ രോഗാണുക്കളെല്ലാം കൂടി ഇങ്ങനെ വിഴുങ്ങി ഇങ്ങനെ ഒറ്റ ഇതാക്കി മാറ്റുന്നത് മോണോസൈറ്റ്സ്. അങ്ങനെ ഓർക്കുക. അപ്പൊ ഫാഗോസൈറ്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ WBC ആണ് ഫാഗോസൈറ്റ്സിന് എക്സാമ്പിൾസ്? ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റ്സും. ഓക്കെ, ഇനി കൂടുതൽ ഏറ്റവും കുറവ് കണ്ടന്റ് ഉള്ളത് ആക്ച്വലി ബേസോഫിലാണ്, ഏറ്റവും കൂടുതൽ ന്യൂട്രോഫിൽ. അതേപോലെ നമ്മുടെ ഹെപ്പാരിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ബേസോഫിലാണ് കേട്ടോ. ഹെപ്പാരിൻ നമ്മൾ പറഞ്ഞത് ഹെപ്പാരിൻ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അല്ലെ ഹെപ്പാരിൻ. ഹെപ്പാരിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ബേസോഫിൽ. ഓക്കെ, ഇപ്പൊ ഇവർ 5 വരെ ഒരു പരിചയമായില്ലേ? ന്യൂട്രോഫില്, ബേസോഫില്, എസിനോഫില്, അതുപോലെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. മോണോസൈറ്റിനെ പറ്റി എന്ത് പറയും? നമുക്ക് ഏറ്റവും വലിയ WBC, ലിംഫോസൈറ്റ് ഏറ്റവും ചെറുത്. ഇത് 2 പേര് ഫാഗോസൈറ്റ്സ് ആണ്, വിഴുങ്ങാൻ പറ്റുന്ന. ആരൊക്കെയാണ്? ന്യൂട്രോഫിലും അതുപോലെ മോണോസൈറ്റ്സും. ഹെപ്പാരിൻ പ്രൊഡക്ഷൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ബേസോഫിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം കമ്പയർ ചെയ്ത് പഠിക്കുക. RBC ആണ് റെഡ്, ചുവന്ന രക്താണുക്കളാണ്, അരുണ രക്താണുക്കളാണ്. WBC ശ്വേത രക്താണുക്കളാണ്. RBCയുടെ പേര് എറിത്രോസൈറ്റ്സ്, WBCയുടെ പേര് ലൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റുകളുടെ പേര് ത്രോംബോസൈറ്റ്സ്. RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജനെ ക്യാരി ചെയ്യുകയാണ്. WBCയുടെ ഫംഗ്ഷൻ എന്താണ്? WBC രോഗപ്രതിരോധ ശേഷിയാണ്. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുകയാണ്. RBCയുടെ ലൈഫ് സ്പാൻ, അതിന്റെ ആയുസ് 120 ദിവസമാണ്. WBC എത്രയാ? 10 തൊട്ട് 15 വരെ. പ്ലേറ്റ്ലെറ്റുകൾ എത്രയാ? 7 ദിവസം. ഇവിടെ 45 ലക്ഷം തൊട്ട് 60 ലക്ഷം വരെ ഉണ്ട് 1 mm³ ബ്ലഡിൽ. WBC ആണെങ്കിൽ എത്രയുണ്ട്? 5000 to 10,000 ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് 2.5 lakhs to 3.5 lakhs ആണ്. പേര് വല്ല എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ്, ത്രോംബോസൈറ്റ്സ്. RBC കൂടിയാൽ പോളിസൈത്തീമിയ, കുറഞ്ഞാൽ അനീമിയ. WBC കൂടിയാൽ ലൂക്കീമിയ, കുറഞ്ഞാൽ ലൂക്കോപീനിയ. അപ്പൊ ബ്ലഡ് എന്ന ഭാഗത്ത് നിന്ന് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.
ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ നമുക്ക് രക്തഗ്രൂപ്പുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പം അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്രയും നിങ്ങൾ തറവായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? രക്തം, അതിനെ പറ്റിയിട്ടുള്ള പ്ലാസ്മയുടെ പ്രത്യേകതകൾ, രക്തകോശങ്ങളെ പറ്റിയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ പ്ലാസ്മയുടെ കളർ ഇളം മഞ്ഞാണ്. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? പ്ലാസ്മ പ്രോട്ടീൻ്റെ ആൽബുമിൻ്റെയും ഗ്ലോബിനിൻ്റെയും അതുപോലെ തന്നെ ഫൈബ്രിനോജൻ്റെ ഒക്കെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതെല്ലാം പഠിക്കുക. അതേപോലെ നമ്മുടെ ഈ 3 രക്തകോശങ്ങളുടെ കമ്പാരിസണും വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി. ഇത് ഒരു മെയിലിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവാണ് കേട്ടോ. ഒരു പുരുഷനിൽ 100 മില്ലി രക്തത്തിൽ 14.5 മില്ലിഗ്രാമാണ് ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ്. ഒരു സ്ത്രീയിലാണെങ്കിൽ 100 മില്ലി രക്തത്തിൽ 13.5 മില്ലിഗ്രാമാണ് ഹീമോഗ്ലോബിൻ്റെ കൗണ്ട്. ഇതൊരു ആവറേജ് കൗണ്ടാണ്. ഇപ്പോൾ 13.5-ന് 13 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്ത് ചോദിക്കാം. എന്നാലും ഇത് പഠിക്കാൻ മെയിലിൽ 14.5-ഉം ഫീമെയിലിൽ 13.5-ഉമാണ് ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് 3ഉം കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഓരോ പോയിന്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിലിം സ്പെഷ്യൽ സീരീസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. നമ്മുടെ ബയോളജി ഭാഗത്ത് നിന്ന് വരുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് PSCയുടെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ വിറ്റാമിൻ എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വിറ്റാമിൻസിൻ്റെ പേരായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിറ്റാമിൻസ് കൊണ്ടുണ്ടാകുന്ന ഈ വിറ്റാമിൻസിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്. അങ്ങനെ പല ക്വസ്റ്റ്യൻസും മാറി മാറി നമുക്ക് PSCയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ക്ലാസ് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക, കാണുക, ഇപ്പം തന്നെ പഠിക്കുക. നമുക്ക് ഉറപ്പായിട്ടും ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ വാങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിറ്റാമിൻ അഥവാ വൈറ്റമിൻ അല്ലേ? വൈറ്റമിൻ എന്ന ടേം ആരാണ് കണ്ടുപിടിച്ചത്? അതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. കാസിമർ ഫങ്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പേരാണ് കാസിമർ ഫങ്ക്. ഇദ്ദേഹമാണ് വിറ്റാമിൻസിന് ആ പേര് കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ എന്നൊരു പേര് കൊടുത്തത് കാസിമർ ഫങ്കാണ്. കോ എൻസൈംസ് എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിറ്റാമിനുകളാണ്. കോ എൻസൈംസ് എന്നറിയപ്പെടുന്നത് വിറ്റാമിനുകൾ തന്നെയാണ്. വിറ്റാമിൻ A, B, C, D, E പിന്നെ K. A, B, C, D, E പിന്നെ K, ഇങ്ങനെയാണ് വിറ്റാമിനുകൾസ് ഉള്ളത്. അതിൽ B എന്ന് പറയുന്നത് B കോംപ്ലക്സ്. ആക്ച്വലി അതിൽ B1, B2, B3, B5, B6, B7, B9, B12 ഇത്രയും Bയിൽ വരുന്ന വിറ്റാമിൻസ് ആണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ Bയിൽ B1, B2, B3, B4 ഇല്ല, B5, B6, B7, B8 ഇല്ല, B9, B12. അപ്പോൾ 9ആയി. C10, D11, E12, K13. 13 വിറ്റാമിൻസുകളാണുള്ളത്. 13 വിറ്റാമിനുകളാണ് ടോട്ടൽ ഉള്ളത്. ഈ 13 വിറ്റാമിനുകളെയും വെള്ളത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ എന്നും കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഫാറ്റ് സോലുബിളും വാട്ടർ സോലുബിളും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ ഏതാണ് കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ? ഇങ്ങനെ മറിച്ചും തിരിച്ചും എങ്ങനെ ചോദിച്ചാലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അത് വ്യക്തമായി ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. ഇതിൽ ADEK ഈ 4 കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. Bയും Cയും വാട്ടർ സോലുബിളാണ്. അപ്പോൾ വാട്ടർ സോലുബിൾ പഠിച്ചു വെച്ചാൽ മതി, ഏറ്റവും എളുപ്പമാണ്. Bയും Cയും വാട്ടർ സോലുബിളാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള എന്താണെങ്കിലും കൊഴുപ്പിൽ ലയിക്കുന്നതായിരിക്കുമല്ലോ. വാട്ടർ സോലുബിൾ ആയിട്ടുള്ളത് വളരെ ബിസിയാന്ന് ഓർത്താൽ മതി. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വളരെ ബിസി, അവർ പെട്ടെന്ന് വെള്ളത്തിലോട്ട് അങ്ങ് ലയിച്ചു പോകുമെന്ന് ഓർത്താൽ ഈ ഭാഗം പഠിച്ച പിന്നെ ബാക്കി നമുക്ക് അറിയാം അല്ലേ. ജലത്തിൽ ലയിക്കുന്നവ ബിസിയാണ്. Bയും Cയും, B കംപ്ലീറ്റ്, B കോംപ്ലക്സും പിന്നെ Cയും ജലത്തിൽ ലയിക്കുന്നവയാണ്. പിന്നെ ഏതൊക്കെയാണ് അപ്പം കൊഴുപ്പിൽ ലയിക്കുന്നവ? ADEK. അത് നിങ്ങൾക്ക് ഇങ്ങനെ ADEK അടക്ക്, അല്ലെങ്കിൽ അത് തിരിച്ചപ്പോൾ KEDA കേടാ. വിറ്റാമിനുകൾ, അതായത് ഈ ഫാറ്റ് സോലുബിൾ, ഫാറ്റ് നമ്മുടെ ശരീരത്തിന് കേടാണ്. അങ്ങനെ ഓർത്താൽ, ഫാറ്റ് കേടാന്ന് ഓർത്താൽ നമുക്ക് അങ്ങനെ എടുക്കാം. KEDA കേടാ അല്ലേ, KEDA. അപ്പോൾ Kയും Eയും Dയും Aയും ഫാറ്റ് സോലുബിൾ ആണ്, അതായത് കൊഴുപ്പിലേക്കുന്നവയാണ്. Bയും Cയും വെള്ളത്തിലേക്കുന്നവയാണ്. അത് ഓക്കെയാണല്ലോ ആ ഭാഗം. അപ്പോൾ എന്താ പറഞ്ഞത്? വിറ്റാമിൻ എന്ന ടേം കണ്ടുപിടിച്ചത് കാസിമർ ഫങ്ക്. വിറ്റാമിനുകൾ 13 എണ്ണം ഉണ്ട്. A, B, C, D, E, K. ഇതിൽ B1, B2, B3, B4 ഇല്ല, B5, B6, B7, B8 ഇല്ല, B9
പിന്നെ B12. ഇങ്ങനെയാണ് ടോട്ടൽ 13 വിറ്റാമിനുകളാണ് ഉള്ളത്. അതിൽ ജലത്തിൽ ലയിക്കുന്നവ ബിയും സിയും, അതിൽ കൊഴുപ്പ് ലയിക്കുന്നവ KEDA അല്ലെങ്കിൽ ADEK. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഈ വിറ്റാമിനുകളുടെ എല്ലാം കെമിക്കൽ നെയിംസ്, രാസനാമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ചോദിക്കും, ഇപ്പം റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്, അല്ലെങ്കിൽ ബയോട്ടിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്, ഇങ്ങനെ മറിച്ചും തിരിച്ചും ചോദിച്ചാൽ നമുക്ക് ഈ വിറ്റാമിനുകളുടെ എല്ലാത്തിൻ്റെയും കെമിക്കൽ നെയിംസ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ കാണുമ്പോൾ 12 ഇത്രയും 13 എണ്ണത്തിനെയും പഠിക്കുക ഒരു കോംപ്ലെക്സ് തിങ് ആണെന്ന് വിചാരിക്കാതെ വളരെ ഈസി ആയിട്ട് കണ്ടിട്ട് പഠിച്ചെടുക്കുക. നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചവരാണെങ്കിൽ ഇപ്പോൾ റിവൈസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാം. എങ്ങനെ പഠിക്കാം? നിങ്ങൾക്ക് വിറ്റാമിനുകളുടെ എല്ലാ ആദ്യത്തെ അക്ഷരമൊക്കെ കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ രീതിയിൽ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് പേര് വെച്ച് പഠിക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാൻ ജസ്റ്റ് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ആദ്യത്തെ വിറ്റാമിൻ എ ആണ് അല്ലേ. എ എന്ന് പറയുന്ന വിറ്റാമിൻ്റെ പേര് അറിയാൻ വേണ്ടി എനിക്ക് ഫസ്റ്റ് ലെറ്റർ കിട്ടിയാൽ നമുക്ക് ബാക്കി കിട്ടണം, കാരണം ഓപ്ഷനിൽ ഉണ്ടാവുമല്ലോ, നമുക്ക് ഏകദേശം ഒപ്പിച്ചെടുക്കാൻ പറ്റും. പഠിക്കുക, ഇത് ജസ്റ്റ് ലാസ്റ്റ് ഒരു എന്താ പറയുക, ഇൻ കേസ് മറന്നു പോയാൽ ഒരു ടിപ്പിന് വേണ്ടി പറയുന്ന. എ എന്ന് പറഞ്ഞ ഫസ്റ്റ് ലെറ്റർ. നമ്മളൊരു കുട്ടീനെ മലയാള അക്ഷരം പഠിപ്പിക്കും, നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന അക്ഷരം ഏതാ? റായ അല്ലേ. അപ്പോൾ വിറ്റാമിൻ എ റായിലാണ് തുടങ്ങുന്നത്, റെറ്റിനോൾ. ഓപ്ഷനിൽ റായ തുടങ്ങണം, ഒരെണ്ണേ കാണാൻ സാധ്യതയുള്ളൂ, കൂടിപ്പോയാൽ അതാ ഈ ഇതും കൂടെ കാണും, ഏതാ? റൈബോഫ്ലോവിനും. 2 റാ വെച്ചുള്ളതേ ഉള്ളൂ. അപ്പോൾ റെറ്റിനോൾ എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ വിറ്റാമിൻ എയുടെ പേര് റെറ്റിനോൾ. അപ്പോൾ റായി തുടങ്ങുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. അപ്പോൾ വിറ്റാമിൻ ബി ഇത് ഏത് അക്ഷരത്തിലാണ് തുടങ്ങുകയെന്നറിയോ? ഈ റാ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതാ കുട്ടികളെ പഠിപ്പിക്കുക? റാ, രാ, നാ, തായൊക്കെയല്ലേ പഠിപ്പിക്കുക. അപ്പം നമ്മളിവിടെ റാ കഴിഞ്ഞാൽ തായ പഠിപ്പിക്കാൻ പോണേ, കാരണം അപ്പോഴേ അവർക്ക് തറ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം റാ കഴിഞ്ഞ് നമ്മൾ താ പഠിപ്പിച്ചിട്ട് തറ എഴുതിപ്പിക്കും. അപ്പം അതിനുവേണ്ടി തായ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ ബി ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുക? തായിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. താ വെച്ചിട്ട് തയാമിൻ. തയാമിൻ. വിറ്റാമിൻ എയുടെ പേര് റെറ്റിനോൾ, വിറ്റാമിൻ ബിയുടെ പേര് തയാമിൻ. തയാമിൻ ആണ് വിറ്റാമിൻ ബി. ബി എന്ന് പറയുമ്പോൾ ഇത് B1 ആണെന്ന് ഓർത്തോളണം, കാരണം ബി കോംപ്ലക്സ് നമുക്ക് ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഞാൻ B1 ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. വിറ്റാമിൻ B1 ആണ് തയാമിൻ. ഓക്കെ, അപ്പം നമുക്ക് എ റാ വെച്ചാണ് റെറ്റിനോള്, ബി എന്ന് പറയുമ്പോഴേക്കും റാ നമ്മൾ തറ എഴുതാൻ വേണ്ടി താ ഇട്ടു, എന്നിട്ട് തയാമിനാണ്. ഓക്കെ, ഇനി അടുത്തത് സി ആണ്. സിയുടെ അക്ഷരം ഏതാണെന്നറിയോ? അപ്പോൾ റാരാനകത്ത് ആ സീരീസ് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ കുട്ടികളെ എന്ത് പഠിപ്പിക്കും? സ്വരാക്ഷരങ്ങൾ പഠിപ്പിക്കുക. നമ്മൾ ആദ്യം ആയ പഠിപ്പിക്കുക. അപ്പോൾ സി, ആ വെച്ച് കൊടുക്കുന്ന ഒരു വിറ്റാമിനാണ് സി കേട്ടോ. അതേതാണെന്നറിയാമോ? അസ്കോർബിക് ആസിഡ്. സി, അവിടെ ഒരു സ് സൗണ്ടും ഉണ്ട് അല്ലേ. അസ്കോർബിക് ആസിഡ്. സി അസ്കോർബിക് ആസിഡ്. അസ്കോർബിക്കിലും ആസിഡിലും ഒക്കെ സി ഉണ്ട്, സായ ഉണ്ട്. മൊത്തത്തിലൊരു സായയുടെ ഒരു സൗണ്ടൊക്കെ അവിടെ കേൾക്കാം. സി അസ്കോർബിക് ആസിഡ്. സി കിട്ടിയല്ലോ. ഇനി ഡി. ഡി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആ വെച്ച് കംപ്ലീറ്റ് പഠിപ്പിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിപ്പിച്ചു. ഇനി നമ്മൾ വ്യഞ്ജനാക്ഷരം പഠിപ്പിക്കുമ്പോൾ കായാണ് ആദ്യം പഠിപ്പിക്കുക. അപ്പോൾ ഡി കാ വെച്ചിട്ടുള്ളൊരു വിറ്റാമിനാണ്, കാ വെച്ചിട്ടാണത് കാൽസിഫെറോൾ. അത്രയും പഠിച്ചു, ഡി കാൽസിഫെറോളും. ഇനി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എ വിറ്റാമിൻ എ എന്ന് പറഞ്ഞത് റാ വെച്ചാണ്, റെറ്റിനോൾ. B1 ഇപ്പോൾ റാ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ? തായാണ്, അപ്പോൾ തയാമിൻ. സി മൊത്തം ഒരു സ് ഉണ്ട്, സി ആ വെച്ചാണ് അസ്കോർബിക് ആസിഡ്. ഡി കാ വെച്ചാണ് കാൽസിഫെറോൾ. എ ബി സി ഡി കിട്ടില്ലേ? ബി എന്ന് പറയുമ്പോൾ B1. ഇനി ഇ ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി എങ്ങനെയെങ്കിലും. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടോ എന്നാണ് ഓർത്ത് വെച്ചേക്കണേ. ഇട്ടോ ഈ പറയുമ്പോൾ ഞാൻ ഓർക്കും ഇട്ടോ, ഈ ടോക്കോഫെറോൾ ആണ്, ഇട്ടോ. ടോക്കോഫെറോൾ. കെ ഫില്ലോക്കിനോനാണ്, KF അങ്ങനെ ഓർക്കുക, എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാം. KF കെ വെച്ചിട്ടുള്ളത് ഫില്ലോക്കിനോൺ. ഇപ്പം ഇത്രയും പഠിച്ചില്ലേ? സിമ്പിളായിട്ട് പറഞ്ഞു നോക്കൂ. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ എ റാ റെറ്റിനോൾ. വിറ്റാമിൻ B1 റാ കഴിഞ്ഞ തയാമിൻ. സി അസ്കോർബിക് ആസിഡ്. ഡി കാൽസിഫെറോൾ. ഇ ഇട്ടോ ടോക്കോഫെറോൾ. KF ഫില്ലോക്കിനോൺ. അത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബി കോംപ്ലക്സിലെ ബാക്കിയെല്ലാം പഠിക്കാം. B1 നമ്മൾ പഠിച്ചു തയാമിനാണെന്ന്. B2 റൈബോഫ്ലാവിനാണ്. അപ്പം റാ വെച്ച് വീണ്ടും നമ്മൾ B2 തൊട്ട് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള എല്ലാം കഴിഞ്ഞത് A B C D E K കഴിഞ്ഞു. ഇനി നമ്മൾ B2 വെച്ച് തുടങ്ങാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആദ്യം റായ അല്ലേ തുടങ്ങിയാൽ വീണ്ടും നമ്മൾ റായിലോട്ട് വന്നു. B2 ആണ് റൈബോഫ്ലാവിൻ. അപ്പോൾ റായി തുടങ്ങുന്ന 2 ഉണ്ട്. ഒന്ന് ഏതാവുന്ന വിറ്റാമിൻ എ ആണ് റെറ്റിനോൾ, 2 വിറ്റാമിൻ B2 ആണ് റൈബോഫ്ലാവിൻ. അപ്പോൾ ഞാനിവിടെ B2, അപ്പോൾ ഇവിടെ 2 പുള്ളിയുണ്ട്. ഇങ്ങനെയൊക്കെ ഓർക്കാറുണ്ട്. നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണോ അത് മനസ്സിലാക്കാൻ രീതിയിൽ ഓർത്ത് വെച്ചോ. നമുക്ക് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതൊക്കെ നമുക്ക് അപ്പോൾ ഓർമ്മ വരും. അപ്പം 2 ആയതുകൊണ്ട് ഞാനിങ്ങനെ 2 പുള്ളിയുണ്ട് റൈ എന്നാക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ ഓർക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇവിടെ എ റെറ്റിനോൾ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. B2 ആയപ്പോൾ 2 ഉണ്ട്, റൈ ആയി റൈബോഫ്ലാവിൻ. B3ക്ക് ഈ 3നെ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മതി. 3 ഇങ്ങനെയല്ലേ എഴുതണേ?
അതിനെ ഇങ്ങനെ തിരിച്ചിങ്ങനെ വെച്ചാൽ നായായി അല്ലേ. നാ വെച്ചിട്ടാണ് B3 നിയാസിൻ. B3 നിയാസിൻ. B3 നിയാസിൻ. B5 എന്ന് പറയുമ്പോൾ 5 പാൻറ്റ്. 5 പാൻറ്റ് എന്നാണ് ഞാൻ ഓർത്ത് വയ്ക്കാറ്. പാൻറ്റോതെനിക് ആസിഡാണ്. B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. B5 പാൻറ്റോതെനിക് ആസിഡ്. 5ഉം 6ഉം പാ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. 6ഉം പാ വെച്ചിട്ട്, ഇവിടെ പായല്ലേ, അടുത്തത് പി ആണ്, പാപ്പി. 5ഉം 6ഉം പാപ്പി. പി വെച്ചിട്ട് പിരിഡോക്സിൻ ആണ് B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B7 ബയോട്ടിൻ പഠിച്ചു വെച്ചാൽ മതി. B7 ബയോട്ടിൻ. ഈ 7 ഇങ്ങനെ എഴുതുന്നത് ഒരു ടി പോലെയല്ലേ ഇരിക്കുന്നത്, ഒരു ടിൻ വരുന്നതാണ് B7 എന്നൊക്കെ ഓർക്കുക. എങ്ങനെയെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ ഓർക്കുക, മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയുന്ന ക്ലൂസ് മാത്രമാണ് കേട്ടോ. ആ സെൻസിൽ എടുത്തോളണേ. B7 എന്ന് പറയുമ്പോൾ 7 ഞാൻ ടി ആക്കി ടിന്നാണെന്ന് വിചാരിച്ചു, അത് ബയോട്ടിൻ. B9 ഫോളിക് ആസിഡാണ്. അപ്പോൾ B9 ഈ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ കഴിക്കുന്ന കാര്യം ഓർത്താൽ മതി. അത് B9 ആണ്, ഫോളിക് ആസിഡ്. 9 മാസമല്ലേ ഒരു പ്രഗ്നൻസി പീരീഡ്, ഈ 9 മാസം ഈ ഫോളിക് ആസിഡ് കഴിക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു ഫോളിക് ആസിഡ് B9 ആണെന്ന് ഓർത്താൽ മതി. B9 ഫോളിക് ആസിഡ്. അപ്പോൾ B9 ഫോളിക് ആസിഡ്. ഇനി B12 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലെറ്റർ ആയി കൊടുത്തില്ല, ഇതിൽ ഏറ്റവും വലിയ പേരുമാണ്. ഏതാ? സയാനോ കോബാളുമിൻ. B12 സൈനോ കോബാളുമിൻ. അപ്പം നമുക്കെല്ലാം ഒന്ന് പറഞ്ഞു നോക്കാം. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ ആദ്യത്തെ റാ വെച്ചാണ് റെറ്റിനോൾ. B1 റാ കഴിഞ്ഞാൽ താ പഠിപ്പിച്ചു, തറ എഴുതാൻ, അപ്പോൾ താ വെച്ച് തയാമിൻ. B3 അല്ല, നമ്മൾ സിയാ പറഞ്ഞേ. സി എന്ന് പറയുമ്പോൾ സായൊക്കെ വരുന്ന ആ വെച്ചുള്ള അസ്കോർബിക് ആസിഡ്. ഡി ആ സീരീസ് കഴിഞ്ഞാൽ കായിലാണ്, അപ്പോൾ കാൽസിഫെറോൾ. ഇ എന്ന് പറയുമ്പോൾ ടോക്കോഫെറോൾ. പിന്നെ കെ എന്ന് പറയുമ്പോൾ KFC എന്നുള്ള ഓർത്തിട്ട് KF വെച്ചിട്ടാണ് ഫില്ലോക്കിനോൺ. ഇനി B2, അപ്പോൾ നമ്മളിവിടെ എ റെറ്റിനോളാണ്, അത് റൈ ആക്കി റൈബോഫ്ലാവിനാണ് B2. B3 ഞാൻ ഇങ്ങനെ ആക്കി നായാക്കി, അപ്പോൾ നിയാസിൻ. പിന്നെ B5 4 ഇല്ല, 2 3 കഴിഞ്ഞാൽ 4 ഇല്ല, B5 ആണ്, 5 പാൻറ്റോതെനിക് ആസിഡ്. 6ഉം പാ വെച്ചിട്ട് തന്നെയാണ്, പാപ്പിയാണ്. പി വെച്ചിട്ടാണ് പിരിഡോക്സിൻ. B6 പിരിഡോക്സിൻ. B7 ഞാൻ ടി ആക്കി ടിന്നോർത്തു, ബയോട്ടിൻ. B7 ബയോട്ടിൻ. B9 എന്ന് പറഞ്ഞാൽ 9 മാസവും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഫോളിക് ആസിഡ്. B12 ഏതാണ്? സയനോകോബാലമിൻ. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും പേരുകൾ നമുക്ക് എങ്ങനെ ചോദിച്ചാലും നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ തെറ്റിക്കില്ല. അപ്പോൾ നമ്മൾ ജീവകങ്ങളെ പരിചയപ്പെട്ടു, ജീവകങ്ങളുടെ പേര് പരിചയപ്പെട്ടു, വാട്ടർ സോലുബിൾ ഏതാ ഫാറ്റ് സോലുബിൾ ഏതാണെന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ജീവകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങൾ പഠിക്കണം. ഓരോ വിറ്റാമിൻസിൻ്റെയും പ്രത്യേകത പഠിക്കാനുണ്ട്. ഇവർക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ അറിയണം. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുന്നു. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ഭാഗം നിങ്ങൾ പഠിച്ചിരിക്കും. ശ്രദ്ധിച്ച് കണ്ട് നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കണം. നിങ്ങൾക്ക് പറയണമൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 13 വിറ്റാമിനുകളുടെയും പേര് പഠിച്ചു. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എങ്ങനെ പരിചയപ്പെടാം? ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളുമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഓരോ വിറ്റാമിനുകളും അവയുടെ അപര്യാപ്തത രോഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഏതാ? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ പേരെന്താ? റായില സ്റ്റാർട്ട് ചെയ്യണത് റെറ്റിനോൾ എന്ന് ഞാൻ പറഞ്ഞല്ലേ. വിറ്റാമിൻ എ, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ചില വാക്കുകളുണ്ട്. കണ്ണ്, കരൾ, പാല്, തേന്, ഇലക്കറികൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിറ്റാമിൻ എ ആയിട്ട് ബന്ധം വരുന്നുണ്ട്. അപ്പം കണ്ണേ, കരളേ, തേനേ, പാലേ എന്നൊക്കെ പറയണത് വിറ്റാമിൻ എ ആണെന്ന് ഓർത്താൽ മതി. കണ്ണേ, കരളേ, തേനേ, പാലേ എന്നൊക്കെ പറയുമ്പോൾ വിറ്റാമിൻ എ എന്ന് ഓർക്കണം. ഇതെന്താണെന്നല്ലേ? വിറ്റാമിൻ എ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ എ അഥവാ റെറ്റിനോൾ. അത് റെറ്റിനോൾ കണ്ണ് അല്ലെ, കണ്ണിൻ്റെ അകത്ത് റെറ്റിനയുള്ളത്, അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. റെറ്റിനോൾ എന്തിൻ്റെ ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് ചോദിച്ചാൽ റെറ്റിനാന്ന് ഓർത്ത് നിങ്ങൾക്ക് കണ്ണിലോട്ട് വരാം, അല്ലെങ്കിൽ കണ്ണേ കരളേ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം വിറ്റാമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഇനി കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. കരളിലാണ് സ്റ്റോറേജ്, കരളിൽ സംഭരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. കരളിൽ സ്റ്റോർ ചെയ്യുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. കണ്ണ്, കരള്. ഇനി പാലിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ്. തേനിലും വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇലക്കറികളിൽ മുരിങ്ങയില, ചീരയില തുടങ്ങിയ ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റിൽ ധാരാളം വിറ്റാമിൻ എ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ വിറ്റാമിൻ എ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കഴിക്കണം? നല്ലോണം ഇലക്കറികൾ കഴിക്കുക,
പാല് കുടിക്കുക, ക്യാരറ്റ് കഴിക്കുക, ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് ധാരാളം വിറ്റാമിൻ എ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ വിറ്റാമിൻ എ ഈ കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ എ കൊടുക്കാറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക്, ന്യൂ ബോൺ ബേബീസിനൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം വൈറ്റമിൻ എ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം തടയാൻ വേണ്ടിയിട്ടാണ് ഈ കുത്തിവയ്പ്പ്, ഈ വൈറ്റമിൻ എ കൊടുക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം? നമ്മൾ ആദ്യമേ പറഞ്ഞു കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ വൈറ്റമിൻ എ വേണ്ട രീതി കിട്ടില്ലെങ്കിൽ ആരെ എഫക്റ്റ് ചെയ്യും? കണ്ണിനെ എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് നിശാന്തത. രാത്രിയിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, രാത്രിയിൽ കണ്ണിന് കാഴ്ച കുറയുന്നത്. നിശാന്തത അഥവാ മാലക്കണ്ണെന്ന് പറയും. ഇത് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. മറ്റൊന്ന് സിറോഫ്താൽമിയയ്ക്ക് ഡ്രൈ ഐസ് എന്ന് പറയും. അതും കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് കുട്ടികളിൽ കാണുന്ന രോഗമാണ് സിറോഫ്താൽമിയ. അപ്പോൾ വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റമിൻ എക്കും കണ്ണിനും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അല്ലേ. എന്താണ്? കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. കുട്ടികളിൽ സിറോഫ്താൽമിയ, മുതിർന്നവരിൽ നിശാന്തത അഥവാ മാലക്കണ്ണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഹാരത്തിൽ വൈറ്റമിൻ എ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി കഴിക്കേണ്ടത്? നമ്മൾ ഇലക്കറികൾ ധാരാളം കഴിക്കുക, ക്യാരറ്റ്, പാലിൽ ധാരാളം വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് പാല് കുടിക്കുക. പിന്നെ നമുക്ക് തേൻ കഴിച്ചാൽ തേനിൽ വൈറ്റമിൻ എ ഉണ്ട്. പിന്നെ മുട്ടയിലുണ്ട്. ഇതെല്ലാം വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ്. ഇനി പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് വൈറ്റമിൻ എ. ഇനി മറ്റൊരു കാര്യം, പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ ബീറ്റ കരോട്ടിൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെൻ്റ് ആണ് ബീറ്റ കരോട്ടിൻ. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെൻറ്റ് ബീറ്റ കരോട്ടിൻ. ഈ ക്യാരറ്റിന് ആ കളറൊക്കെ കൊടുക്കുന്നത് ഈ കരോട്ടിനാണ്. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെൻ്റ് ആണ് ബീറ്റ കരോട്ടിൻ. അതുപോലെ ഗോൾഡൻ റൈസിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനും വിറ്റാമിൻ എ ആണ്. നമ്മളൊന്ന് സ്വയം പറഞ്ഞു നോക്കൂ. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ എന്താ? കണ്ണ്, കരൾ, തേന്, പാല്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. തേനിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പാലിൽ സുലഭമായിട്ട് കാണുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ്. ഇലക്കറികളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ. ക്യാരറ്റിൽ ധാരാളം വിറ്റാമിൻ എ ഉണ്ട്. കുട്ടികൾക്കൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പിനോടൊപ്പം വിറ്റാമിൻ എ കൊടുക്കാറുണ്ട്. വിറ്റാമിൻ എന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കുട്ടികളിൽ സിറോഫ്താൽമിയ അഥവാ ഡ്രൈ ഐസ്, മുതിർന്നവരിൽ നിശാന്തത അഥവാ മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഗോൾഡൻ റൈസിൽ തവിട്ട് നിറത്തിലുള്ള അരിയിൽ വിറ്റാമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീറ്റ കരോട്ടിനാണ്. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന പിഗ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബീറ്റ കരോട്ടിനാണ്. ക്യാരറ്റിന് അതിൻ്റെ കളർ കൊടുക്കുന്നത് കരോട്ടിനാണ്. ഇനി വിറ്റാമിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 വർണ്ണ വസ്തുക്കളുണ്ട്. നമ്മുടെ കണ്ണിൽ നമുക്ക് മങ്ങിയ ലൈറ്റിനെ കാണാൻ സഹായിക്കുന്ന റോഡോപ്സിനും തീവ്രപ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്ന അയഡോപ്സിനും. ഈ റോഡോപ്സിനും അയഡോപ്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ എ ആണ്. ഓർത്ത് വെച്ചോളണം. വിറ്റാമിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർണ്ണവസ്തുക്കൾ ഏതൊക്കെയാണ്? റോഡോപ്സിനും അയഡോപ്സിനും. റോഡോപ്സിൻ നമ്മൾക്ക് മങ്ങിയ പ്രകാശത്തിലും അയഡോപ്സിൻ നമുക്ക് തീവ്രപ്രകാശത്തിലും കാണാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ റോഡോപ്സിനും അയഡോപ്സിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? വിറ്റാമിൻ എ ആണ്. കണ്ണുമായിട്ട് ഭയങ്കര ബന്ധമാണ് അല്ലേ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അധികം അത്യാവശ്യമുള്ളതാണ്. അതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നിശാന്തത, അതുപോലെ തന്നെ സിറോഫ്താൽമിയ. വിറ്റാമിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർണ്ണവസ്തുക്കളാണ് റോഡോപ്സിനും അയഡോപ്സിനും. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്ന റോഡോപ്സിനാണ്, തീവ്രപ്രകാശം അയഡോപ്സിൻ. ഇത്രയുമാണ് വിറ്റാമിൻ എ. ഇനി നമുക്ക് വിറ്റാമിൻ ബി വരിക. വിറ്റാമിൻ ബി എന്ന് പറയുമ്പോൾ വിറ്റാമിൻ B1, ആദ്യം B1ൻ്റെ പേര് നമുക്കറിയാം, തയമിൻ ആണ് B1ൻ്റെ പേര്. ഈ ആൽക്കഹോളിക്സിലൊക്കെ വളരെ ഡെഫിഷ്യൻ്റ് ആയിട്ട് കാണുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1. നമ്മുടെ ഒരുപാട് ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്നവരിൽ B1 വളരെ കുറവാണ്. അപ്പോൾ ആൽക്കഹോളിക്സിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B1 ആണ്. വിറ്റാമിൻ B1ൻ്റെ പേര് തയമിൻ ആണ്. ഇത് തവിടിൽ ധാരാളമായിട്ട് കാണുന്ന വിറ്റാമിനാണ്. തവിടിൽ ധാരാളമായിട്ട് കാണുന്ന വിറ്റാമിൻ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ B1 ആണ്. തവിട്, തയമിൻ, നോർത്താൽ മതി. വിറ്റാമിൻ B1 അഥവാ തയമിനാണ് തവിടിൽ ധാരാളമായിട്ട് കാണുന്നത്. അതുപോലെ കാർബോഹൈഡ്രേറ്റിനെ അന്നജമാക്കി മാറ്റുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാലും വിറ്റാമിൻ B1 അഥവാ തയമിനാണ്. കാർബോഹൈഡ്രേറ്റിനെ അന്നജമാക്കി, ഊർജ്ജമാക്കി മാറ്റുന്നു. വിറ്റാമിൻ B1ൻ്റെ അപര്യാപ്തത മൂലമുള്ള രോഗമാണ് ബെറിബെറി. B1 ബെറിബെറി. അപ്പോൾ B1 എന്ന് പറയുമ്പോൾ B1ൻ്റെ അപര്യാപ്തത എന്ന് ചോദിച്ചാലും വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത എന്ന് ചോദിച്ചാലും ബെറിബെറി തന്നെയാണ് പഠിച്ചിരിക്കേണ്ടത്. ജനറലായിട്ട് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാലും ബെറിബെറി എന്ന് പറയാം. വിറ്റാമിൻ B1ൻ്റെ ചോദിച്ചാലും ബെറിബെറി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്താൽ മതി. വിറ്റാമിൻ B1 എന്ന് പറയുന്നത്, B1ൻ്റെ പേരറിയണം, തയമിൻ, നമ്മൾ പഠിച്ചതാണ്. വിറ്റാമിൻ B1 ധാരാളം എന്തിലടങ്ങിയിട്ടുണ്ട്? തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ B1. ആൽക്കഹോളിക്സിൽ ഡെഫിഷ്യൻ്റ് ആണ് വിറ്റാമിൻ B1. വിറ്റാമിൻ B1 കാർബോഹൈഡ്രേറ്റിനെ അന്നജ അഥവാ ഊർജ്ജമാക്കി മാറ്റുന്നു. അതിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി.
അടുത്തത് വിറ്റാമിൻ B2. B2 എന്ന് പറഞ്ഞാൽ B2ൻ്റെ പേരെന്താ? റൈബോഫ്ലാവിൻ അല്ലേ? വിറ്റാമിൻ B2ൻ്റെ പേര് 2 എന്ന് പറയുമ്പോൾ 2 ആ ഒരു റൈ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഓർക്കണം ഞാൻ പറഞ്ഞായിരുന്നു. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ പാലിന് ആ ഒരു ലൈറ്റ് യെല്ലോ കളർ, ഒരു പേലി യെല്ലോ കളർ പാലിന് കൊടുക്കുന്നത് ഈ വിറ്റാമിൻ B2 ആണ്. റൈബോഫ്ലാവിൻ ആണ് പാലിന് ആ ലൈറ്റ് യെല്ലോ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിൻ ഏതാണ്? റൈബോഫ്ലാവിൻ ആണ്. വിറ്റാമിൻ B2 ആണ്. സൂര്യപ്രകാശത്തിൽ പാല് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഈ വിറ്റാമിൻ B2 നശിച്ചു പോകും. അപ്പോൾ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ നശിച്ചു പോകുന്ന പാലിലെ വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ B2 ആണ്. വിറ്റാമിൻ B2 ആണ്. ഇനി ഇതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. വിറ്റാമിൻ B2ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വായ്പുണ്ണ്. അപ്പോൾ ഇവിടെ കണ്ണായിരുന്നു പറഞ്ഞത്, ഇനി വായാന്ന് ഓർത്താൽ മതി കേട്ടോ. ഇവിടെ വായിക്കാണ്, വായ്പുണ്ണെന്ന് ഓർക്കണം. ഓക്കെ, ഏത്? വിറ്റാമിൻ B2. വിറ്റാമിൻ B1 ബെറിബെറി, B4 ബെറിബെറി, അത് പഠിച്ചു വെച്ചേക്കുക. B1ൻ്റെ അപര്യാപ്തത മൂലം, Bയുടെ അപര്യാപ്തത മൂലം ചോദിച്ചുണ്ടാകുന്ന രോഗം ബെറിബെറിയാണ്. B2 റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ എന്ന് പറയുന്ന വിറ്റാമിൻ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നു. സൂര്യപ്രകാശത്തിൽ, ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന പാലിലെ വിറ്റാമിനാണ് വിറ്റാമിൻ B2. അതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം വായ്പുണ്ണ്. അടുത്തത് വിറ്റാമിൻ B3 എന്ന് പറയുമ്പോഴേ ഓർത്തോളാം. B3 പെല്ലഗ്ര, അത് പഠിച്ചു വെച്ചോളൂ. B3 പെല്ലഗ്രയാണ്. B3യുടെ അപര്യാപ്ത രോഗമാണ് കേട്ടോ പെല്ലഗ്ര. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പെല്ലഗ്ര എന്ന് പറഞ്ഞ രോഗം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാവണേ? B3യുടെ ആണ്. B3യുടെ പേരെന്താ പറഞ്ഞ്? 3 ഇങ്ങനെ നായൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിയാസിൻ. അപ്പോൾ അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലഗ്ര. ആ രോഗം മോണയും ത്വക്കിനെയൊക്കെ ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3 ആണ്. കാരണം B3യുടെ അപര്യാപ്തത മൂലമാണ് പെല്ലഗ്ര ഉണ്ടാവുന്നത്. സോ ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3 ആണ്. അപ്പോൾ B3നെ പറ്റി എന്താ പറഞ്ഞത്? B3യുടെ പേര് നിയാസിൻ ആണ്. നിയാസിൻ അതിൻ്റെ അപര്യാപ്തത മൂലമുള്ള രോഗം പെല്ലഗ്ര. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3 ആണ്. പെല്ലഗ്ര ബാധിക്കുന്നത് മോണ, ത്വക്ക് ഈ അവയവങ്ങളെയാണ്. ഓക്കെ അല്ലേ? ഇനി വിറ്റാമിൻ B5നെ പറ്റി നമുക്ക് പേരറിയാം. 5 പാൻറ്റോഥനിക് ആസിഡ് എന്ന് പറഞ്ഞു. ഒരു കാര്യം പഠിച്ചു വെച്ചാൽ മതി, രോഗം മാത്രം പഠിച്ചു വെച്ചാൽ മതി. വിറ്റാമിൻ B5ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ. പാൻറ്റും പരസ്തേഷ്യയൊക്കെ B5 ആണ്. B5ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് പരസ്തേഷ്യ. ഓക്കെ, ഇനി വിറ്റാമിൻ B6ൻ്റെ പേരെന്തായിരുന്നു? 6 പിരിഡോക്സിൻ ആണ് പറഞ്ഞത്. P അല്ലേ? പാൻറ്റോഥനിക് ആസിഡ് 5ഉം P വെച്ചിട്ട് പിരിഡോക്സിൻ 6ഉം പറഞ്ഞു. ഈ പിരിഡോക്സിൻ്റെ അപര്യാപ്തത മൂലം നോർമലി ഉണ്ടാകുന്ന പ്രശ്നം ഉറക്കമില്ലായ്മ, ഉത്കണ്ഠയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ ഓർത്തോ വിറ്റാമിൻ B6 കുറച്ച് കുറവാണ് അല്ലേ? ആൽക്കഹോളിക്സിൽ ഏതാണ് ഡെഫിഷ്യൻറ്റ്? B1 ആണ് ഡെഫിഷ്യൻറ്റ്. B1ൻ്റെ അപര്യാപ്ത രോഗം ഏതാ? ബെറിബെറി. വിറ്റാമിൻ B2 വായിക്കാണ്, വായ്പുണ്ണാണ് അതിൻ്റെ അപര്യാപ്തത രോഗം. വിറ്റാമിൻ B2 പാലിന് ലൈറ്റ് യെല്ലോ കളർ കൊടുക്കുന്നു. സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകും. അതിൻ്റെ അപര്യാപ്ത രോഗമാണ് വായ്പുണ്ണ്. ഇനി വിറ്റാമിൻ B3 എന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പഠിച്ചത്? B3 നിയാസിനാണ്. B3യുടെ അപര്യാപ്ത രോഗം പെല്ലഗ്രയാണ്. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. B5 രോഗം മാത്രം പഠിച്ചാൽ മതി, പരസ്തേഷ്യ. B6 ആണ് ഉറക്കമില്ലായ്മയ്ക്കും ഉത്കണ്ഠയ്ക്കൊക്കെ കാരണം. B7 ബയോട്ടിൻ എന്ന് പറഞ്ഞു. അതിന് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിറ്റാമിൻ H എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ B7 തന്നെയാണ്. ഓർത്ത് വെച്ചോളണം, H7 അത് മൈൻഡിൽ ഇങ്ങനെ പലതവണ നിങ്ങൾ ഇതിലോട്ട് നോക്കിക്കോ. H7 അല്ലേ? H7 ഈ 7ൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് H ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അല്ലേ? H7 ഓർത്തോളണം. എക്സാമിനേഷൻ ഹോളിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തോളണം. വിറ്റാമിൻ H എന്നറിയപ്പെടുന്ന വിറ്റാമിൻ B7 തന്നെയാണ്. അല്ലെങ്കിൽ വിറ്റാമിൻ B7ൻ്റെ മറ്റൊരു പേര് വിറ്റാമിൻ H ആണ്. 7H ഓർത്തോളണം. B7ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന പ്രശ്നം മുടികൊഴിച്ചിലാണ്. B7ൻ്റെ അപര്യാപ്തത മൂലം അല്ലെങ്കിൽ വിറ്റാമിൻ Hൻ്റെ അപര്യാപ്തത മൂലം എന്താ പ്രശ്നം? മുടി കൊഴിച്ചിലാണ്. 7 ഇങ്ങനെ നീട്ടി, ഇങ്ങനെ മുടി എന്ന് വിചാരിച്ചാൽ മതി. മുടി ഇങ്ങനെ നീട്ടിയിട്ടേക്കുക, മുടി കൊഴിഞ്ഞു പോവാന്ന് ഓർക്കുക. വിറ്റാമിൻ B7 അതിൻ്റെ അപര്യാപ്തത കാരണം മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ മുടി കൊഴിച്ചിലിന് കാരണം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ B7 ആണ്, അല്ലെങ്കിൽ വിറ്റാമിൻ H എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി വിറ്റാമിൻ B9 ഞാൻ ആദ്യമേ പറഞ്ഞു, 9 മാസം ഗർഭിണികൾ കഴിക്കുന്നതാണ്. ഫോളിക് ആസിഡ് ആക്ച്വലി നമ്മുടെ RBC പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷൻ ധാരാളം സഹായിക്കുന്നതാണ് വിറ്റാമിൻ B9. അപ്പോൾ വിറ്റാമിൻ B9ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതായിരിക്കും? ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അതേ രോഗം. നമ്മൾ രക്തത്തെ പറ്റി ഒരു ക്ലാസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കാണണം, അതിലൊക്കെ പറയുന്നുണ്ട്. ഹീമോഗ്ലോബിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? അനീമിയ. അത് തന്നെയാണ് വിറ്റാമിൻ B9ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം, അനീമിയ അഥവാ വിളർച്ച.
ഇനി ലാസ്റ്റത്തെ ബി കോംപ്ലക്സിലെ ലാസ്റ്റത്തെ B12 ആണ്. B12ൻ്റെ പേരെന്താ പറഞ്ഞത്? സയനോകൊബാൾമിൻ എന്നാണ് പറഞ്ഞത്. സയനോകൊബാൾമിൻ. B12 കോബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ B12. അതിൻ്റെ പേര് തന്നെ അങ്ങനെയല്ലേ, സൈനോകൊബാളുമിൻ എന്നല്ലേ. അപ്പോൾ കോബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ B12. ഏതാണ്? കോബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ B12. വിറ്റാമിൻ B12 അതിൻ്റെ അപര്യാപ്തത രോഗം പെർനീഷ്യസ് അനീമിയാണ്. B9ൻ്റെ അനീമിയ എന്ന് പറഞ്ഞു, B12ൻ്റെ പെർനീഷ്യസ് അനീമിയാണ്. കോബാൾട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ. ഈ കോബാൾട്ട് എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ? കോബാൾട്ട് അയണിനെ അബ്സോർവ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ അയണിനെ അബ്സോർവ് ചെയ്യുന്നത് കോബാൾട്ടാണ്. കോബാൾട്ട് അയണിനെ അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ മാൻമെയ്ഡ് ഫോം ഓഫ് വിറ്റാമിൻ B12. വിറ്റാമിൻ B12ൻ്റെ മനുഷ്യനിർമ്മിത രൂപം എന്താണെന്ന് ചോദിച്ചാൽ സൈനോകൊബാൾമിൻ ആണ്. സൈനോകൊബാൾമിൻ ആണ്. മഴവെള്ളത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ B12. എന്തിലാണ്? മഴവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ളത് വിറ്റാമിൻ B12 ആണ്. മഴവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ B12 ആണ്. അപ്പോൾ നമുക്ക് B സീരീസ് ഒന്നുകൂടെ പറയാം. ഞാൻ പെട്ടെന്ന് വിറ്റാമിൻ പറയാം, നിങ്ങൾ അപര്യാപ്ത രോഗം പറഞ്ഞാൽ മതി. വിറ്റാമിൻ B1 അതിൻ്റെ അപര്യാപ്ത രോഗം ഏതാ? ബിയുടെ അപര്യാപ്ത രോഗം B4 ബെറിബെറി. വിറ്റാമിൻ B2ൻ്റെ പേരെന്താ? റൈബോഫ്ലേവിൻ ആണ്. B2ൻ്റെ അപര്യാപ്ത രോഗം ഏതാണെന്നറിയോ? B2 വായാണ്, വായ്പുണ്ണാണ്. വിറ്റാമിൻ B3 നിയാസിൻ. അതിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞാൽ 3 ലെറ്ററുള്ള രോഗം. B3 3 ലെറ്ററുള്ള രോഗം എന്ന് ഓർത്താൽ മതി. പെല്ലഗ്ര. ആൻറ്റിപെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3 ആണ്. B5 പാൻറ്റോതെനിക് ആസിഡ്. അതിൻ്റെ അപര്യാപ്ത രോഗം ഏതാണ്? പാൻറ്റോതെനിക് ആസിഡിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവച്ചനെയാണ്. പരസ്തേഷ്യ. വിറ്റാമിൻ B6 പിരിഡോക്സിൻ. അതിൻ്റെ അപര്യാപ്തതയാണ് നമ്മൾക്ക് ഉറക്കമില്ലായ്മ പോലത്തെ പ്രശ്നങ്ങളോട്ട് നയിക്കുന്നത്. വിറ്റാമിൻ B7ൻ്റെ മറ്റൊരു പേര് എന്താണ്? വിറ്റാമിൻ H എന്നാണ്. അത് മുടി പോലെ 7 കിടക്കുക. അപ്പോൾ അതിൻ്റെ അപര്യാപ്തതയാണ് മുടി കൊഴിച്ചിലിന് കാരണം. ഇനി വിറ്റാമിൻ B9 ഫോളിക് ആസിഡ് അനീമിയാണ് അപര്യാപ്ത രോഗം. വിറ്റാമിൻ B12 അതിൻ്റെ അപര്യാപ്ത രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയാണ്. ഇനി തവിടിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എന്ന് ചോദിച്ചാൽ തവിട് വെച്ചിട്ട് തയമിനാണ്. വിറ്റാമിൻ B1 തയമിനാണ്. ആൻറ്റിപെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏത് വിറ്റാമിനാണ്? ആ പെല്ലഗ്രയിൽ 3 അക്ഷരമുണ്ട്. 3 B3 ആണ് പെല്ലഗ്ര. B3യുടെ അപര്യാപ്ത കാരണമാണ് പെല്ലഗ്ര ഉണ്ടാവുന്നത്. സോ ആൻറ്റിപെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ B3 ആണ്. ഇനി പാലിൽ ലൈറ്റ് ഒരു പേല് യെല്ലോ കളർ കൊടുക്കുന്ന വിറ്റാമിൻ ഏതാ? പാലിൽ റൈബോഫ്ലേവിനാണ്. വിറ്റാമിൻ B2 ആണ്. സൺലൈറ്റിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ചാൽ നശിച്ചു പോകുന്ന പാലിലെ വിറ്റാമിൻ B2 ആണ്. ഇനി ഉറക്കമില്ലായ്മയ്ക്ക് കാരണം വിറ്റാമിൻ B6 ആണ്. വിറ്റാമിൻ H എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B7 ആണ്. മഴവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ B12 ആണ്. വിറ്റാമിൻ B12ൻ്റെ മനുഷ്യനിർമ്മിത രൂപമാണ് എന്ത്? സൈനോകൊബാൾമിൻ. ഓക്കെ. വിറ്റാമിൻ B9ൻ്റെ അപര്യാപ്തത അനീമിയ. B12ൻ്റെ എന്താണ്? പെർനീഷ്യസ് അനീമിയ. ഇത്രയും ക്ലിയർ അല്ലേ? വിറ്റാമിൻ എയുടെ അപര്യാപ്തത നിശാന്തത, അതുപോലെ തന്നെ സിറോഫ്താൽമിയ. പിന്നെ റോഡോപ്സിൻ, അയഡോപ്സിൻ ഇതൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നത് വിറ്റാമിൻ A ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി വിറ്റാമിൻ C, D, E, K അല്ലേ? ഈ വിറ്റാമിൻസിൻ്റെ കൂടെ അപര്യാപ്ത രോഗങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നോക്കാം. ഇനി നമുക്ക് വിറ്റാമിൻ സിയെ പരിചയപ്പെടാം. വിറ്റാമിൻ സി നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ? കോവിഡൊക്കെ വന്ന സമയത്ത് എപ്പോഴും വിറ്റാമിൻ സി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും കേട്ടിട്ടില്ലേ? കാരണം നമ്മൾ എന്തിനാണ് വിറ്റാമിൻ സി കൂടുതൽ കഴിക്കണം, അല്ലെങ്കിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് എന്തിനായിരുന്നു? നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റ് നമുക്കറിയാം അല്ലേ? എന്താണ്? രോഗപ്രതിരോധശേഷി തരുന്ന വിറ്റാമിനാണ്, നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ പേരെന്താ പറഞ്ഞ്? അസ്കോർബിക് ആസിഡ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഫുഡാണ് ഈ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരുന്നത്? വിറ്റാമിൻ സി അടങ്ങിയ നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച് ഒക്കെയാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെ ഫുഡ്സാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള? ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക. രോഗപ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുന്നു. കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുത്ത ആദ്യത്തെ വിറ്റാമിൻ, ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ഫസ്റ്റ് വിറ്റാമിൻ സി ആണ്. ചൂടാക്കുമ്പോൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ വിറ്റാമിൻ സി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഭക്ഷണപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുക മാത്രമല്ല, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിനും വിറ്റാമിൻ സി തന്നെയാണ്. അപ്പോൾ വിറ്റാമിൻ സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോഴും നഷ്ടപ്പെടുന്നു. ഇനി വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. അയണിൻ്റെ അബ്സോർപ്ഷനെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ സി ആണ് ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത്. മുറിവുണങ്ങാൻ കാലതാമസം വരുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടിട്ടാണ്. വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടിട്ട് നമുക്ക് മുറിവുണങ്ങാനായിട്ട് കാലതാമസം വരും. മുറിവുണങ്ങാൻ കാലതാമസം വരാനൊരു കാരണം വിറ്റാമിൻ സിയുടെ കുറവാണ്. അതുപോലെ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ഫ്രഷ് ഫുഡ് അല്ലേ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കാണ്ട് ഡയറക്റ്റ് കഴിച്ചാൽ മതി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. ദ
മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. മൊത്തത്തിലൊരു സായം ഉണ്ടല്ലേ, അസ്കോർബിക് ആസിഡാണ് വിറ്റാമിൻ സി അപര്യാപ്തത രോഗം സ്കർവിയാണ്. അപ്പോൾ വിറ്റാമിൻ സിയെ പറ്റി എന്തൊക്കെ പറയാം? വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി നമ്മളുടെ അയണിൻ്റെ ആഗിരണത്തിന്, ഇരുമ്പിൻ്റെ അബ്സോർപ്ഷനെ ഉത്തേജിപ്പിക്കുന്നു. വിറ്റാമിൻ സി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫുഡ് ചൂടാകുമ്പോൾ വിറ്റാമിൻ സി നഷ്ടപ്പെട്ടു പോകും. മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി ആണ് ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത, ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ഫസ്റ്റ് വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്. അതുപോലെ മുറിവുണങ്ങാനായിട്ട് കാലതാമസം വരുന്ന വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടാണ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ സി. ഏതൊക്കെ ഫുഡിലാണ് കൂടുതലുള്ളത്? ഓറഞ്ചിലും നാരങ്ങയിലും നെല്ലിക്കയിലും ഒക്കെ. ഇനി നമുക്ക് വിറ്റാമിൻ ഡി നോക്കാം. വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോഴേ ഓർത്തോളണം, ഇത് നമുക്ക് ആഹാര പദാർത്ഥത്തിൽ നിന്നൊന്നും കിട്ടില്ല. വിറ്റാമിൻ ഡി വേണമെങ്കിൽ എവിടെ പോകണം? സൂര്യൻ്റെ ചൂടുവെള്ളം വേണം അല്ലേ. സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലിടിച്ച് അല്ലെങ്കിൽ ഇടിച്ച് എല്ല് തകർക്കും അങ്ങനെയൊക്കെ പറയില്ലേ, ഇടിച്ച് പല്ല് കളയെന്നൊക്കെ പറയില്ലേ. എല്ല് പല്ലും ഡി അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വിറ്റാമിൻ ഡി വളരെ അത്യാവശ്യമാണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഡി ആണ്. നമ്മളിവിടെ പറഞ്ഞു അയണിൻ്റെ ആഗിരണത്തിനെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ സി ആണെന്ന് പറഞ്ഞല്ലോ. കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. അല്ലെ, പല്ലിനും എല്ലിനും ഒക്കെ കാൽസ്യം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വിറ്റാമിൻ ഡി നമ്മുടെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആ പേരിൽ നമുക്കറിയാം അല്ലേ. സൂര്യപ്രകാശത്തിലൂടെ കിട്ടുന്ന വിറ്റാമിൻ ഡി ആണ്. സോ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് ചോദിച്ചാലും വിറ്റാമിൻ ഡി ആണ്. ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ എന്ന് ചോദിച്ചാലും വിറ്റാമിൻ ഡി ആണ്. ആൻറ്റി റിക്കറ്റിക് എന്ന് പറയാൻ കാരണം ഈ റിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. റിക്കറ്റ്സ് അഥവാ കണ, ഇത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡി ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ എന്നാണ് അറിയപ്പെടുന്നത്. വിറ്റാമിൻ ഡിയുടെ 2 ഫോംസ് ആണ്, എർഗോസ്റ്റിറോളും കോൾകാൽസിഫെറോളും. വിറ്റാമിൻ ഡിയുടെ 2 ഫോംസ്. D2 എന്ന് പറയുന്നത് എർഗോസ്റ്റിറോൾ, D2 എർഗോസ്റ്റിറോൾ, D3 കോൾകാൽസിഫെറോൾ. D2 എർഗോസ്റ്റിറോളും D3 കോൾകാൽസിഫെറോളും. വിറ്റാമിൻ ഡിയുടെ 2 ഫോംസ് ആണ്. ഇത് 2 വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു റിക്കറ്റ്സ് അഥവാ കണ, രണ്ടാമത്തെ ഓസ്റ്റിയോമലേഷ്യ. റിക്കറ്റ്സ് അഥവാ കണയും ഓസ്റ്റിയോമലേഷ്യയും വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ്. ഇനി വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ എന്ന് പറയുമ്പോൾ തന്നെ നല്ല സൗന്ദര്യം, ബ്യൂട്ടി വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറയുക. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഇ ആണ്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം. പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന വിറ്റാമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഇ ആണ്. നിരോക്സികാരിയായി അറിയപ്പെടുന്ന വിറ്റാമിൻ ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഇ ആണ്. അതിൻ്റെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത. ഹോർമോണായിട്ട് കണക്കാക്കുന്ന വിറ്റാമിൻ ഇ ആണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ളത് വിറ്റാമിൻ ഇ ആണ്. പ്രത്യുൽപാദനത്തിനെ സഹായിക്കുന്ന വിറ്റാമിൻ ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഇതിൻ്റെ അപര്യാപ്ത രോഗം വന്ധ്യതയാണ്. നിരോക്സികാരി എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഇ ആണ്. അതുപോലെ ബ്യൂട്ടി വിറ്റാമിൻ. വിറ്റാമിൻ ഇയെ പറ്റി എന്ത് പറയുക? ഹോർമോണായിട്ട് കണക്കാക്കുന്നു. പ്രത്യുൽപാദനത്തിനെ സഹായിക്കുന്നത് വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ആണ്. നിരോക്സികാരി എന്നറിയപ്പെടുന്നു. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അപര്യാപ്ത രോഗം വന്ധ്യത. വിറ്റാമിൻ കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. ബ്ലഡിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. കോയാഗുലേഷൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ്. അതിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹെമറേജ്, രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥ. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലമാണ് രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥ. അപര്യാപ്ത രോഗമാണ് ഹെമറേജ്. ഇത്രയുമാണ് വിറ്റാമിൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളിപ്പോൾ വിറ്റാമിൻസിൻ്റെ എല്ലാത്തിനും കെമിക്കൽ നെയിംസ് പഠിച്ചു. ഫാറ്റ് സോളുബിൾ ഏതൊക്കെയാണ്, വാട്ടർ സോളുബിൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓരോ വിറ്റാമിൻസിനെയും നമ്മൾ അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. ഇതിൽ ഓരോ വിറ്റാമിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പല വിറ്റാമിൻസിനകത്ത് നമ്മൾ കണ്ട ടേംസ് തന്നെയാണ്, നമുക്ക് ഓർമ്മയുണ്ടെന്ന് പറയുകയാണ്. സൺഷൈൻ വിറ്റാമിൻ എന്ന് ചോദിച്ചാൽ ഏതാ? സൺഷൈൻ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ഡി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ ഏതാ? ഫ്രഷ് ഫുഡിൽ നിന്ന് ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ അല്ലേ. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ഓറഞ്ചിലും നാരങ്ങയിലും നെല്ലിക്കയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഫ്രഷ് ഫുഡ് വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ സി.
ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്ന് പറയുമ്പം ഏത് വിറ്റാമിൻ്റെ കുറവുണ്ട് പെല്ലഗ്ര ഉണ്ടാവണേ? 3 അക്ഷരമുള്ള പെല്ലഗ്ര 3 B3 എന്ന് ഓർത്താൽ മതി. B3യുടെ അപര്യാപ്തതയാണ്. അപ്പോൾ ആൻറ്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്ന വിറ്റാമിൻ B3. ആൻറ്റി സ്റ്റെറിലിറ്റി ഏതാണ്? വന്ധ്യത. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് വന്ധ്യതയ്ക്ക് കാരണം? വിറ്റാമിൻ ഇ ആണ്. പ്രത്യുൽപാദനത്തിന് സഹായകമാവുന്ന വിറ്റാമിൻ ഇ ആണ്. അതിൻ്റെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത. സോ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഇ ആണ്. ആൻറ്റി റിക്കറ്റിക് കണ ഏതിൻ്റെ അപര്യാപ്തം മൂലമാണ് റിക്കറ്റ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ ആണ്. സോ ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ ഡി. ഹോർമോൺ വിറ്റാമിൻ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. കൊയഗ്ലേഷൻ വിറ്റാമിൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ്. വിറ്റാമിൻ കെ ആണ് കൊയഗ്ലേഷൻ വിറ്റാമിൻ. അപ്പം ഈ പേരുകളെല്ലാം അറിഞ്ഞിരിക്കണം. ഇതേത് ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? എച്ച് ഞാൻ പറഞ്ഞു 7 ആണ്. B7 ആണെന്ന് ഓർത്തോളണം. തവിടിലെന്ന് പറയുമ്പോൾ തയാമിൻ താന്ന് ഓർത്തോളണം. അങ്ങനെയുള്ള ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഇ ആണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഈ സഹായിക്കും. അങ്ങനെ പറഞ്ഞ ചില ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു. ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബെറിബറി എന്തിൻ്റെ അപര്യാപ്തത മൂലമാണ്? B4 ബെറിബറി. B1 ആണ് ബെറിബറി. റിക്കറ്റ് കണ ഓസ്റ്റോമലേഷ്യസ് ഒക്കെ വിറ്റാമിൻ ഡി ആണ്. അസ്കോർബിക് ആസിഡിൻ്റെ അപര്യാപ്തത മൂലം എന്താ ഉണ്ടാവണേ? സി ആണ്. അസുഖത്തിൽ ഒരു സൗണ്ട് ഉണ്ട്, സ്കർവി ആണ് അല്ലേ. പിന്നെ പെല്ലഗ്ര എന്തിൻ്റെ അപര്യാപ്തത മൂലമാണ്? പെല്ലഗ്ര 3 അക്ഷരം B3 ആണ് പെല്ലഗ്ര. പിന്നെ വിറ്റാമിൻ കെയുടെ അപര്യാപ്തത ഹെമറേജ്. എയുടെ അപര്യാപ്തത ഏതാ? നിശാന്തത, മാലക്കണ്ണ് അല്ലേ, സിറോഫ്താൽമിയ. റൈബോഫ്ലാവിൻ്റെ അപര്യാപ്തത മൂലം വായ്പുണ്ണുണ്ടാവുമെന്ന് പറഞ്ഞു. വിറ്റാമിൻ B3യുടെ ആണ് പെല്ലഗ്ര പറഞ്ഞത്. B5 പാ വെച്ചിട്ട് തന്നെയാണ് പരസ്തേഷ്യ പറഞ്ഞു. B6 കാരണമാണ് നമുക്ക് എന്താണ് ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാവുന്നത്. B7ൻ്റെ അപര്യാപ്തത 7 ഇങ്ങനെ നീട്ടിക്കിടക്കുക മുടി അല്ലെ, മുടി കൊഴിച്ചിൽ എന്ന് ഓർക്കണം. B9 ഫോളിക് ആസിഡ് അനീമിയ. B12 പെർനീഷ്യസ് അനീമിയ. സിയുടെ അപര്യാപ്തത മൂലം സ്കർവി. ഡിയുടേത് കണ ഓസ്റ്റിയോമലേഷ്യസ്. ഇയുടേത് എന്താണ് വന്ധ്യതയാണ് ഉണ്ടാവുന്നത്. പിന്നെ കെയുടേത് ഏതാണ്? ഹെമറേജ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ജീവവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഇത് നന്നായി പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അത് സ്കോർ ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ വിറ്റാമിൻസ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അതുവരേക്കും